അടുത്ത കറാമത്ത് എന്താണെന്നറിയോ? ഒരു കാരണവുമില്ലാതെ അകാരണമായി ഭാര്യ ത്വലാഖ് ചൊല്ലിയ ആളാണ് സി.എം. മടവൂര്. ഉമ്മാനോട് സി.എം. മടവൂര് മുണ്ടാറില്ല. തുരുതുരാ സിഗരറ്റ് വലിച്ചിരുന്ന ആളാണ് സി.എം. മടവൂര്. സി.എം. മടവൂര് മൂത്രിച്ചാല് വെള്ളമെടുക്കാറില്ല. ശിഷ്യന്മാരെ കല്ലുകൊണ്ട് പോയി കൊടുത്തപ്പോ ദേശത്തോടുകൂടെ വലിച്ചെറിഞ്ഞ മഹാനവറുകളാണ് മടവൂര് സി.എം. വലിയുല്ലാഹി. എന്താ വിശ്വാസത്തിൽ ദുൽമ കലർത്താന്ന് പറഞ്ഞ് ഒരു വിശ്വാസിയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഇന്നി ഹറംതു ദുൽമ അലാ നഫ്സി വജഅൽതുഹു ബൈനകും മുഹറമ. അല്ലാഹുവോട് നിങ്ങൾ അക്രമം ചെയ്യാൻ പാടില്ല. നിങ്ങൾക്കിടയിലും നിങ്ങൾ അക്രമം ചെയ്യുന്നതിനെ അല്ലാഹു ഹറാമാക്കിയതാണ്. അഥവാ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ദുൽമ, അക്രമം എന്ന് പറഞ്ഞാൽ മൂന്നെണ്ണമാണ്. ഒന്ന് സൃഷ്ടാവിനോട് ചെയ്യുന്ന അക്രമമാണ്. രണ്ട് സൃഷ്ടികൾ പരസ്പരം ചെയ്യുന്ന അക്രമമാണ്. മൂന്ന് ഒരാള് സ്വന്തം ശരീരത്തോട് ചെയ്യുന്ന അക്രമമാണ്. അതിലെ സൃഷ്ടാവിനോട് ചെയ്യുന്ന അക്രമം എന്ന് പറഞ്ഞ സൂറത്തുൽ ലുഖ്മാനിൽ ലുഖ്മാൻ അലൈഹിസ്സലാം തന്റെ മകനെ ഉപദേശിക്കുന്നിടത്ത് ഖുർആൻ പറയുന്നത് കാണാം, യാ ബനിയ ലാ തുശ്രിക് ബില്ലാഹ് ഇന്നശ്ശിർക ലദുൽമുൻ അദീം. പൊന്നുമോനെ, നീ അല്ലാഹുവിനോട് പങ്കു ചേർത്ത് പോകല്ലേ. കാരണം ശിർക്ക് എന്ന് പറയുന്നത് ഏറ്റവും വലിയ അക്രമമാണെന്ന് ഖുർആൻ. ഏറ്റവും മാരകമായ അക്രമമാണ് ഈ ശിർക്ക്. അല്ലാഹുവിന്റെ മണ്ണില് അവൻ തന്ന കാല് കൊണ്ട് നടന്ന്, അവൻ തന്ന കൈ കൊണ്ട് പിടിച്ച്, അവൻ തന്ന വെള്ളം കുടിച്ച്, അവൻ തന്ന അന്നം ഭുജിച്ച് അവനില്ലാത്തവരെ ആരാധിക്കുമ്പോ, അവനില്ലാത്തവർക്ക് നേർച്ച വഴിപാടുകൾ അർപ്പിക്കുന്നുവെങ്കിൽ അത് ലോകത്തിലെ ഏറ്റവും വലിയ സൃഷ്ടാവിനോട് ചെയ്യുന്ന അക്രമമാണ്. അതാണ് അല്ലാഹുവിനോട് ചെയ്യുന്ന അക്രമം. പരസ്പരമുള്ള അക്രമം എന്ന് പറഞ്ഞ എന്താണ്? ഒരാളുടെ രക്തത്തിനോ ധനത്തിനോ അഭിമാനത്തിനോ കോട്ടം വരുത്തുന്നുവെങ്കിൽ ഇന്ന ദിമാഉക്കും വഅംവാലുക്കും വഅഅറാദുക്കും ഹറാമുൻ അലൈക്കും കഹുർമതി യൗമിക്കും ഹാദാ ഫി ശഹരിക്കും ഹാദാ ഫി ബലദിക്കും ഹാദാ. അല്ലാഹുവിന്റെ കഅബാലയത്തിനേക്കാൾ ദുൽഹജ്ജ് മാസത്തിനേക്കാൾ അതിന്റെ 10-നേക്കാൾ നിങ്ങൾക്ക് പവിത്രമാണ് നിങ്ങളുടെ രക്തവും നിങ്ങളുടെ ധനവും നിങ്ങളുടെ അഭിമാനവും. അതിനെ കോട്ടം വരുത്താൻ പാടില്ല എന്നാണ്. സ്വന്തം ശരീരത്തോട് ചെയ്യുന്ന അക്രമം എന്ന് പറഞ്ഞാൽ അല്ലാഹു ചെയ്യരുത് എന്ന് പറഞ്ഞൊരു കാര്യം നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലാഹു തആല ആദം നബിയോട് സ്വർഗത്തിലെ ഒരു മരത്തിലെ പഴം ഭക്ഷിക്കരുതെന്ന് പറഞ്ഞു. ആദം നബി അത് പോയിട്ട് ഭക്ഷിച്ചു. അതിന് കാരണം നമ്മളൊക്കെ പറഞ്ഞത് ഹവ്വാ ബീവി പോയി പറഞ്ഞു കൊടുത്തു ആദം നബിയോട് കഴിച്ചു നോക്കുന്നു. അങ്ങനെ ഹവ്വാ ബീവിയുടെ പ്രേരണയിൽ കുടുങ്ങിയെന്നാണ് നമ്മളെ വയലിലൊക്കെ കേൾക്കാറുള്ളത്. അത് ബൈബിളിന്റെ വിശ്വാസമാണ്, ഖുർആന്റെ വിശ്വാസമല്ല. അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞത് ഇബ്ലീസിന്റെ ഷർറിൽ കുടുങ്ങിയെന്നാണ്. സാധാരണ വാദകളിൽ അവ്വാബിയുടെ പേരും പറഞ്ഞിട്ട് അല്ലെങ്കിലും പെണ്ണുങ്ങൾ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് കയറല്ല. സത്യത്തിലെ അത് ഇബ്ലീസിന്റെ ഷർറിൽ കുടുങ്ങിയതാണ്. ആ സമയത്ത് ആദം നബി നടത്തിയൊരു പ്രാർത്ഥന ഉണ്ട്. അറബി ഭാഷയിൽ ഏറ്റവും സുന്ദരമായ സാഹിത്യം, ഒരുപാട് പേജുകളിലും സ്റ്റേജുകളിലും ഉദ്ധരിക്കപ്പെടുന്ന അറബിയുടെ സാഹിത്യമാണ്. റബ്ബനാ വലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. അതിന്റെ നൂനുകളൊന്ന് എണ്ണി നോക്കിയേ. റബ്ബനാ വലംനാ അൻഫുസനാ, ഞങ്ങളോട് തന്നെ അക്രമം ചെയ്തു പോയിട്ടുണ്ടല്ലോ. അല്ല ചെയ്യരുത് എന്ന് പറഞ്ഞൊരു കാര്യം ചെയ്യുന്നത് സ്വന്തം ശരീരത്തോടുള്ള അക്രമമാണെങ്കിൽ അല്ലാഹുവിന്റെ ഖുർആൻ സൂറത്തു അൻആമിലൂടെ പഠിപ്പിച്ചു തരുന്നത് അവരുടെ വിശ്വാസത്തിന്റെ കൂടെ ദുൽമ കലർത്തിയിട്ടില്ലേ. ആ ദുൽമ ഏതാണ്? ശിർക്കാ. ഇന്ന ശിർക ലദുൽമുൻ അദീം. ശിർക്ക് കലരാത്ത ഈമാനുണ്ടോ അവർക്കാണ് നിർഭയത്വമുള്ളതെന്നല്ലാ. അവർക്കേ നിർഭയത്വമുണ്ടാകൂ. പ്രിയമുള്ളവരെ, വിശ്വാസം ക്ലിയർ അല്ലെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലയിലൂടെ ശിർക്ക് കടന്നു വന്നവരാണോ അവർക്ക് സമാധാനമില്ല. നിങ്ങൾ നോക്കേ, ഒരു പെർഫെക്റ്റ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അതില്ലാത്ത മനുഷ്യന്റെ ശരീരം മുഴുവൻ ചരടായിരിക്കും.
അതില്ലാത്തവന്റെ വാഹനം നോക്കിക്കോ, സ്റ്റിയറിംഗ് മുതല് കെട്ടാവുന്നിടത്തൊക്കെ കെട്ടി, ഒട്ടിക്കാവുന്നിടത്തൊക്കെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ടാവും. അവർക്ക് എവിടെയോ ഒരു സമാധാനം ഉണ്ടാവില്ല. ഒരു കുഞ്ഞിനെ പോലും കയ്യിൽ പിടിക്കുമ്പോ ഇനി കുത്തിടാനും മുഖത്തെവിടെയും ബാക്കി ഉണ്ടാവില്ല, ചരട് കെട്ടാൻ ശരീരത്തിൽ എവിടെയും ബാക്കി ഉണ്ടാവില്ല. എല്ലാം പേടിയാണ്, എല്ലാം ഭയപ്പാടുകളാണ്. റോഡിലൂടെ സഞ്ചരിക്കുന്ന വഴികളിൽ പോലും നോക്കി, വയനാട് ജില്ലയുടെ വയനാടിന്റെ ചുരം, താമരശ്ശേരി ചുരം കയറുമ്പോ അവിടെ ആളുകൾ ഇങ്ങനെ പൈസ എറിയും. ഒടുങ്ങാക്കാട് മക്കാമിൽ പൈസ എന്തിനാ? ചുരത്തിന്റെ മേലെ ഒടുങ്ങാതിരിക്കാനാണ്. ഇവിടെ പൈസ എറിഞ്ഞില്ലെങ്കിൽ ചുരത്തും എന്തെങ്കിലും പറ്റും, അവിടെയും പേടിയാണ്. കുറ്റിപ്പുറം ഹൈവേയിലൂടെ സഞ്ചരിക്കുമ്പോൾ അവിടെ ഒരു ജാറങ്കാണ്, അവിടെ ആളുകള് റോഡിന്റെ സൈഡില്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഒരുപാട് മക്കാമുകൾ സ്ഥാപിക്കപ്പെട്ടത് റോഡിന്റെ ഈ യാത്ര പോകുന്ന വഴികളിലായിരിക്കും, ഖബർസ്ഥാനിലായിരിക്കില്ല. ഒരു ഖബർ മാത്രമായിട്ട് ഇങ്ങനെ ഹൈവേ സൈഡിൽ വന്നിട്ടുണ്ടാവും. ആളുകൾക്ക് പൈസ എറിയും. അങ്ങനെ ആളുകൾക്ക് പേടിയാണ്, ഇവിടെ പൈസ എറിഞ്ഞു കൊടുത്തില്ലെങ്കിൽ എനിക്കെന്തെങ്കിലും പറ്റുമെന്നുള്ളതാണ്. ജസ്റ്റ് യാത്രയിലൊന്ന് കാർ ഒതുക്കിയാല് ഒരു പ്ലേറ്റിൽ ഇങ്ങനെ ഒരു പാമ്പിന്റെ കുറെ തലകളും വെച്ചിട്ട് കുറച്ച് ചില്ലറ പൈസ ഇട്ട ഒരാൾ വരും. ഇതിൽ ഞാൻ പൈസ ഇട്ടില്ലെങ്കിൽ ഈ പാമ്പെന്നെങ്ങാനും കൊത്തി ഞാൻ മരിക്കും എന്നുള്ളത് പേടിയാണ്. അങ്ങനെ ആളുകൾക്ക് സമാധാനമില്ല. തൗഹീദില്ലാത്തവനെവിടെയും സമാധാനങ്ങൾ കിട്ടണില്ല. അല്ലാഹു പറയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അവിടെയാണ് സമാധാനമുള്ളത്, അവിടെയാണ് ഭയരഹിതമായി ജീവിക്കാൻ കഴിയുന്നത്, അവിടെയാണ് നിർഭയത്വമുള്ളത് എന്ന് അള്ളാന്റെ കലാമാണ്, അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനാണ്. നിങ്ങൾ നോക്കേ, അവിടെ നിങ്ങൾ നോക്ക്, ഇപ്പോ ഈ കഴിഞ്ഞ ഒരാഴ്ച കംപ്ലീറ്റ് പാമ്പിന്റെ ഒരു സീസണായി, പാമ്പിന്റെ സീസണിൽ ഈ പാമ്പിന്റെ വിഷയം വന്നപ്പോ ആളുകളൊക്കെ മൊത്തം എവിടൊക്കെ സഞ്ചരിച്ചെന്നറിയാം. അത് നിങ്ങൾ ആലോചിച്ചൊക്കെ, ഈ പാമ്പിന്റെ വിഷയങ്ങളിൽ പലരിങ്ങനെ സർക്കാർ ഒരു 10 നിർദ്ദേശങ്ങൾ മുന്നിൽ വെച്ചു. നിങ്ങൾ വാതിലടക്കണം, അതുപോലെ തന്നെ ബെഡ് കുടയണം, തുണിയെടുക്കുമ്പോ കുടയണം, ഉറകെടുക്കുകയാണെങ്കിൽ അത് വടി കൊണ്ട് അടിച്ചിട്ടെടുക്കണം, ഇതൊക്കെ പറഞ്ഞു. അള്ളാന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സുരക്ഷിതമായ മാർഗങ്ങളൊക്കെ നമ്മളോട് പറഞ്ഞു. അതിലുപരി ആത്മീയമായ വഴികളും പറഞ്ഞു. പക്ഷെ ചില ആളുകൾ നാട്ടിൽ ഈ അവസരം മുതലാക്കി രംഗത്തിറങ്ങിയിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് പാമ്പിന്റെ ശല്യത്തിൽ മോചനം വേണോ, അവിടെ നിങ്ങൾ എന്ത് ചെയ്യണം? പിന്നെ റിഫായി ഷെയ്ഖിന്റെ പേരിൽ കോഴീനെ നിറച്ചാക്കണം, റിഫായി ഷെയ്ഖിന്റെ പേരിൽ അതുപോലെ തന്നെ യാസീൻ ഓതണം, അങ്ങനെ ഒക്കെ റിഫായി ഷെയ്ഖിനെ പാമ്പിന്റെ ആളായിട്ട് ഏൽപ്പിച്ചു കൊടുക്കാൻ. എനിക്ക് തോന്നുന്നു ഇവിടെ ഈ പരിസരത്ത് തന്നെയാണ് ഒരു 3 വർഷം മുമ്പ് ഞാൻ സംസാരിക്കുമ്പോ ഒരു ഉദാഹരണ സഹിതം ഞാൻ ആ വിഷയം പറഞ്ഞിരുന്നു. നമുക്ക് എവിടെയാണ് അബദ്ധം പറ്റിയത് എന്നുള്ളതാണ്. ഇപ്പൊ ഞാൻ ളുഹ്ർ നിസ്കാരം കഴിഞ്ഞ് എന്റെ വീട്ടിലേക്ക് വരികയെന്ന് വിചാരിച്ചു. വീടിന്റെ മുറ്റത്തൊരു പാമ്പ് അതിനെ തല്ലിക്കൊന്ന് ഞാൻ വീട്ടിലിങ്ങനെ വന്നിരുന്നു. രണ്ടാമത് അസർ നിസ്കരിക്കാൻ വേണ്ടി ഇറങ്ങുന്ന നേരത്തെ അടുത്തൊരു പാമ്പ് അതിനെയും തല്ലിക്കൊന്നു. മഗ്‌രിബിന്റെ പിന്നെ അസറൊക്കെ കഴിഞ്ഞ് ചായയൊക്കെ കുടിച്ചങ്ങനെ ഇരിക്കുമ്പോ അടുത്തൊരു പാമ്പ് അതിനെയും തല്ലിക്കൊന്നു. പക്ഷെ എന്റെ മനസ്സിങ്ങനെ വസ്വാസാവാൻ തുടങ്ങി. നേരെ ഉസ്താദിന്റെ അടുത്ത് പോയിട്ട് പറയും, ഉസ്താദ് എന്താന്ന് അറിഞ്ഞുകൂടാ, 3 വട്ടമായി പാമ്പിനെ കാണുന്നു. ഉസ്താദ് പറയും, റിഫായി ഷെയ്ഖിന്റെ പേരിൽ യാസീൻ ഓതിക്കോ, പാമ്പിന്റെ ആള് മൂപ്പരാൻ. അങ്ങനെ പറഞ്ഞു കൊടുക്കുക. കാരണം സൃഷ്ടികളിലേക്ക് ഒരു സമാധാനമില്ല. അല്ലാഹുവിന്റെ മുത്തുനബിയുടെ മുമ്പിൽ ഒരാൾ കടന്നു വരികയാണ്. ആ മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു, റസൂലേ ഇന്നലെ എന്നെ തേള് കുത്തിയിട്ടുണ്ട് റസൂലേ, ഇന്നലെ എന്നെ തേള് കടിച്ചിട്ടുണ്ട് നബിയേ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നീ നേരം വൈകിച്ച സന്ദർഭങ്ങളിലോട് അഊദു ബികലിമാത്തില്ലാഹി തമ്മാതി മിൻ ശർരി മാ ഖലഖ എന്ന് നീ ദുആ ചെയ്തിരുന്നുവെങ്കിൽ ആ തേള് നിന്നെ ഉപദ്രവിക്കില്ലായിരുന്നു. അല്ലാഹുവേ, നിന്റെ പരിപൂർണമായ കലിമത്തുകളെ കൊണ്ട് നിന്നോട് കാവല് ചോദിക്കുന്നു അല്ലാ എന്ന് നീ പറഞ്ഞിരുന്നുവെങ്കിൽ ആ തേള് നിന്നെ ഉപദ്രവിക്കില്ലായിരുന്നു എന്നാണ് മറ്റൊരു ഹദീസില് അള്ളാന്റെ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരാണ്. ഒരു മണ്ണിലെങ്ങാനും നീ കടന്നു വന്നാൽ ആ മണ്ണിൽ നീ പറയേണ്ട ഒരു വാക്കുണ്ട്, അഊദു ബികലിമാത്തില്ലാഹി തമ്മാതി മിൻ ശർരി മാ ഖലഖ എന്ന് നീ അവിടെ ഇറങ്ങിയാൽ ദുആ ചെയ്താൽ അവിടെ നിന്ന് തിരിച്ചു പോകുവോളം
നിനക്ക് സുരക്ഷിതമാണ്. ക്ഷുദ്രജീവികളുടെ ആക്രമങ്ങൾ ഉണ്ടാവില്ല. മറ്റൊരു ഹദീസിൽ അല്ലാഹുവിന്റെ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, രാവിലെയും വൈകുന്നേരവും 3 പ്രാവശ്യമായി ചൊല്ലാണ് ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം എന്ന് വരുന്ന ദിക്ർ രാവിലെ 3 പ്രാവശ്യം ചൊല്ലിക്കോ, വൈകുന്നേരം 3 പ്രാവശ്യങ്ങൾ ചൊല്ലിക്കോ. ആ ഹദീസിന്റെ ശർഹിലൂടെ കാണാം ആ ദിക്ർ ഒരു തഅവ്വുദാണ്, ഒരു കാവൽ തേട്ടമാ, വിഷജന്തുക്കളിൽ നിന്ന് റബ്ബിനോടുള്ള കാവലാ. മറ്റൊരു ഹദീസിൽ അല്ലാഹുവിന്റെ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, സൂറത്ത് ഇഖ്ലാസ്, സൂറത്ത് ഫലക്, സൂറത്ത് നാസ് അഥവാ മുഅവ്വിദതൈനിയും ഇഖ്ലാസും രാവിലെയും വൈകുന്നേരവും 3 പ്രാവശ്യങ്ങൾ ചൊല്ലാനാണ്. പ്രിയമുള്ളവരെ, ആത്മീയമായി അള്ളാഹുവിനോട് കാര്യങ്ങൾ ഏൽപ്പിക്കുക. അവിടെ മനുഷ്യരെ നിങ്ങൾക്കത് സമാധാനമാണ്, അത് നിർഭയത്വമാണെന്ന് അള്ളാഹു പറഞ്ഞു തന്നപ്പോ ആളുകൾ അതിൽ നിന്നൊക്കെ വിട്ടു. മതത്തിൽ കുറെ പുത്തൻ ആചാരം കൊണ്ടുവന്നിട്ട് ലിഫായിഷയുടെ പേരിൽ യാസിനൂദ, ലിഫായിഷയുടെ പേരിൽ കോഴി. കാരണം പാമ്പിന്റെ ആളെ മൂപ്പരാണെന്നാണ്. നിങ്ങൾ ആലോചിച്ചൊക്കെ നമ്മുടെ നാട്ടിലെ കല്യാണം ശരിയാവാൻ ഒരു മക്ബറ, സത്യം ചെയ്യാൻ ഒരു മക്ബറ, കച്ചവടക്കാർക്ക് സ്പെഷ്യൽ ഒരു മക്ബറ, കുട്ടികളുണ്ടാവാൻ വേണ്ടിയിട്ട് മക്ബറയും തൊട്ടിലും. ഉത്തരിപ്പാടത്തൊരു വള്ളി വരേണ്ട മക്ബറയുടെ മേലെ അവിടെ തൊട്ടിൽ കെട്ടിക്കൊടുക്കുക ചെയ്യാം. അള്ളാന്റെ ഹബീബ് മക്കയിൽ കടന്നു വരുമ്പോ കഅബാലയത്തിൽ 300 ചില്ലാനം വരുന്ന വിഗ്രഹങ്ങളുണ്ടെങ്കിൽ ആ വിഗ്രഹത്തിന്റെ ആവനാഴിയിൽ അമ്പുകോലുകൾ ഉണ്ടായിരുന്നു. എന്തിനെന്നറിയോ? അതിലെ കച്ചവടയാത്രത്തിന്, യുദ്ധത്തിനൊക്കെ ഭാഗ്യപരീക്ഷണങ്ങൾ അവിടുന്ന് ഇങ്ങനെ പരിശോധിക്കാം. അവരോട് മുത്തനബിയായ തോതിക്കൊടുത്തു, തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. എല്ലാറ്റിനും കഴിവുള്ള അല്ലാഹ്, അവൻ എത്രയോ അനുഗ്രഹീതനാ. പ്രിയമുള്ളവർ, ഈ ആയത്താണ് നമ്മളുടെ ഹൃദയങ്ങളിലൂടെ കടന്നു വരാനുള്ളത്. വിവാഹത്തിലാണോ നിങ്ങൾക്ക് വേദനയുള്ളത്? വിവാഹം കഴിഞ്ഞ മക്കളില്ലാത്ത പ്രയാസങ്ങളാണോ? രോഗത്തിന്റെ സാഹചര്യങ്ങളാണോ? എല്ലാം തേടാൻ കഴിവുള്ള അസ്മാ വസിഫാത്തിന്റെ ഉടമയായ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ആ റബ്ബിലേക്ക് മടങ്ങിക്കോ. പിന്നെ പാമ്പിന്റെ വിഷയത്തിലെ നമ്മൾ ഈ ദിക്റൊക്കെ പറയുമ്പോൾ ഒരു പക്ഷേ ലൈവിന്റെ താഴെ അല്ലെങ്കിൽ ഇതിന്റെ വീഡിയോ ഇറങ്ങുമ്പോൾ ഇതിന്റെ താഴെ ഇതന്നെയാണ് ഞങ്ങൾ ഹദ്ദാദ് റാത്തീബും പറയണെന്ന് പറയാൻ. ഹദ്ദാദ് റാത്തീബ് വേറെ. നിങ്ങൾക്കറിയോ, യമനിലെ അവിടെ നിന്ന് നാട്ടിൽ നിന്ന് പുറത്താക്കിയ ഒരു പിന്നെ ഹദ്ദാദ് കുടുംബത്തിൽപ്പെട്ട ഒരാള്, അദ്ദേഹം ഒരു ഗ്രാമം സൃഷ്ടിച്ച് അവിടെ ഒരു ത്വരീഖത്ത് അദ്ദേഹത്തിന്റെ അണികൾക്ക് ചൊല്ലാൻ വേണ്ടി പതിവായി ചൊല്ലാൻ, അതാണ് റാത്തീബ് എന്ന് പറയുന്നത്, പതിവായി ചൊല്ലാൻ സമയം നിശ്ചയിച്ച അവരുടെ ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുത്ത് നമ്മുടെ നാട്ടിലും ആളുകൾ ഇങ്ങനെ ചൊല്ലുന്നുണ്ട്. നമ്മൾ പറയാം അതിന് ഹദീസിലുള്ള ദിക്റല്ലേ എന്നൊക്കെ പറയാം. അതിൽ തെറ്റൊന്നുമില്ല, ഹദീസിലുള്ള ദിക്ർ തന്നെ. പക്ഷെ എവിടെയാ തെറ്റ് വന്നതെന്നറിയോ? ഇത്ര എണ്ണം ഇത്ര സമയത്ത് ചൊല്ലണമെന്ന് പറയാൻ ആരാ നിങ്ങൾക്ക് അധികാരം തന്നെ? ആരാ നിങ്ങൾക്ക് അധികാരം തന്നത്? അതിന്റെ ഓർഡറിലാകണമെന്ന് പറയാൻ ആരാ നിങ്ങൾക്ക് അധികാരം തന്നത്? അതിൽ ഇത്ര ദിക്റുകളാണ് ചൊല്ലണമെന്ന് പറയാൻ ആരാ നിങ്ങൾക്ക് അധികാരം തന്നത്? ഇനി അത് മാത്രമല്ല, അതിൽ ഹറാമായ തവസ്സുല് അതിലൂടെ കടന്നു വരുന്നുണ്ട്. ലിസയ്യിദുൽ ഫഖീഹ് മുഹമ്മദ് ബിൻ അലി ബഅലി വസൂലി ഫുറൂഇ ജമീ സാദാത്തിന എന്ന് പറഞ്ഞ് ഈ ഹദ്ദാദ് റാത്തിബ് ഉണ്ടായ ആൾക്കൊരു ഫാത്തിഹ, അതുപോലെ തന്നെ മുഹമ്മദ് നബിക്ക് ഒരു ഫാത്തിഹ, അമ്പിയാക്കൾക്കൊക്കെ ഒരു ഫാത്തിഹ, എന്നിട്ട് അവരോട് തവസ്സുൽ ചെയ്തുള്ള ഒരു ദുആ. ഈ ഹറാം നിങ്ങളോട് പഠിപ്പിച്ചതാരാണ്? അതുകൊണ്ട് ഹദ്ദാദ് റാത്തീബിൽ ഉള്ള ദിക്റല്ലേ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ നിങ്ങളൊക്കെ മാതാമൃതാനന്ദമയിനെ സ്വീകരിക്കാൻ വേണ്ടി അറബ് നാട്ടിൽ നിന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ടാണ് അമ്മ കെട്ടിപ്പിടിക്കുന്നത്. അത് ഖുർആനിൽ പിന്നെ ഹദീസിൽ പറഞ്ഞ ദിക്റല്ലേ, ഖുർആനിൽ പറഞ്ഞ ദിക്റല്ലേ, അത് ദീനുൽ ഇസ്ലാമാണെന്ന് ആരെങ്കിലും പറയോ? അത് തെറ്റാണ്. മനുഷ്യ ദൈവത്തിനുള്ള ആരാധനയാണ്. ആ മനുഷ്യ ദൈവത്തിനെ കെട്ടിപ്പിടിക്കാന് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി എന്നുള്ളത് കൊണ്ട് അത് മതം
മതമായി മാറില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഏത് പ്രതിസന്ധികളിലും സമാധാനം അല്ലാഹ്. അവിടെ ഒരു അഭയം കാണാൻ നമുക്ക് കഴിയാത്ത എന്തുകൊണ്ടെന്നറിയാം? മതത്തിൽ ഒരുപാട് പുത്തൻ ആചാരങ്ങൾ കടന്നു വന്നു. ഇസ്ലാമിന്റെ കൃത്യമായ അനുഷ്ഠാനങ്ങളിൽ നിന്ന് ഷിയാക്കള് സമൂഹത്തെ തെറ്റിപ്പിച്ചു. ഇപ്പൊ നമുക്കറിയാം, ലോകത്തെ മുസ്ലിങ്ങളുടെ ശത്രുക്കളായി കടന്നു വരുന്ന ജൂതന്മാരെ നമുക്കറിയാം. ജൂതനാരൻ എന്ന് ഇസ്രയേലിന്റെ കഥ, പിന്നെ ഫലസ്തീനിന്റെ കഥ പറയുമ്പോ, ഗാസയുടെ നൊമ്പരങ്ങൾ പറയുമ്പോ, റഫയിലെ വേദനകൾ പറയുമ്പോ, നമ്മളവിടെ മനസ്സുകൊണ്ട് ഒരുപക്ഷെ 1000 വട്ടം ഇസ്രയേലിന്റെ ഭരണകൂടത്തിനെതിരെ, ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ ശക്തമായി അള്ളാഹുവിലേക്ക് കരങ്ങൾ ഉയർത്തിയിട്ടുണ്ടാകും. കാരണം അവർ ഇസ്ലാമിന്റെ ശത്രുക്കളാണ്. ഇസ്ലാമിന്റെ ശത്രുക്കളാൽ അവൻ ഉള്ളിലൂടെ കടന്നു വന്ന് ഷിയാക്കളെ കൊണ്ടുവന്നു. ആ ഷിയാക്കളിൽ നിന്ന് നിങ്ങൾ നോക്ക്, സൂഫിസങ്ങൾ ഉണ്ടായി. അതിൽ നിന്ന് ത്വരീഖത്തുകൾ കടന്നു വന്നു. ജാബിർ ബിൻ ഹയ്യാൻ, അബ്ദുൽ കരീം സൂഫി എന്നൊക്കെ പറയുന്ന ആളുകള് ഒരു കാലഘട്ടത്തിൽ നിരീശ്വരവാദികളായി. പിന്നീട് ഷിയാക്കൾക്ക് വേണ്ടി ഗ്രന്ഥങ്ങൾ എഴുതി. അവരങ്ങനെ സൂഫികളെ കൊണ്ടുവന്നു. ഞാൻ ആ മേഖലയ്ക്കൊന്നും കടന്നു പോകണില്ല. പക്ഷേ നമ്മൾ വിചാരിക്കും ഇതെങ്ങനെ നമുക്കിടയിൽ കടന്നു വന്നു എന്നുള്ളതിന്റെ ഒരൊറ്റ എക്സാമ്പിൾ പറഞ്ഞ് ഈ തൗഹീദിന്റെ മേഖലയിൽ മാത്രം ഞാൻ നിങ്ങളോടൊന്ന് സംസാരിക്കാൻ. ഇപ്പൊ നിങ്ങൾ നോക്ക്, കേരളത്തിലെ പ്രവാചകന്റെ കാലഘട്ടങ്ങളിലെ ഇസ്ലാം എത്തി എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ ഒരു നവോത്ഥാനപരമായ മറ്റുള്ള രാജ്യങ്ങളെ പോലെ ഇസ്ലാമികമായ ഒരു നവോത്ഥാനം നമ്മുടെ കേരളത്തിൽ നമ്മൾ കാണുന്നില്ല. കേരളത്തിന്റെ ചരിത്രം വായിക്കപ്പെടുന്നത് പിന്നെ എവിടെയാണ്? ഹിജറ 950 വർഷക്കാരനായ ഇബ്നു ഹജറുൽ ഹൈതമിയുടെ ശിഷ്യനായി സൈനുദ്ദീൻ മഖ്ദൂം പൊന്നാനിയിലൂടെ കടന്നു വരുന്നതാൽ 1000 വർഷത്തിന്റെ കേരളത്തിന്റെ ചരിത്രം ബ്ലാങ്കാണ്. എന്ത് നടന്നു എന്ന് ആർക്കും അറിയണില്ല. എന്നാൽ ആ കാലഘട്ടത്തിലാണ് ബോംബെയിൽ നിന്ന് ഷിയ വിശ്വാസിയായ മുഹമ്മദ് ഷാ കൊണ്ടോട്ടിയിൽ വരുന്നത്. മുസ്ലിങ്ങളെ 2 തട്ടായി മാറി, പൊന്നാനിക്കൈ, കൊണ്ടോട്ടിക്കൈ എന്നാൽ. അന്ന് പൊന്നാനിക്കാരാണ് ഉറൂസിന്റെ ജാറത്തിന്റെ ഒക്കെ ആളുകള്. അവരിങ്ങനെ പാടി, മുഹമ്മദ് ഷാ വലിയുള്ളാ മുരീദന്മാർ കദാബില്ലാ. മുഹമ്മദ് ഷാ അല്ലാഹുവിന്റെ വലിയാണ്. ആര് മുരീദായി കൂടിയോ അവർക്ക് അല്ലാഹുവിന്റെ അദാബ് ഉണ്ടാവൂല. അപ്പൊ പൊന്നാനിക്കാരെ മറുപടി പറഞ്ഞു, മുഹമ്മദ് ഷാ വലിയല്ല, മുരീദന്മാർക്ക് അദാബുണ്ട്. മുഹമ്മദ് ഷാ അല്ലാഹുവിന്റെ വലിയൊന്നുമില്ല. ആര് മുരീദായി കൂടിയോ അവർക്ക് അദാബ് ഉണ്ടാകുമെന്ന്, ശിക്ഷയുണ്ടാകുമെന്ന് മറുപടി പറയുകയാണ്. പിന്നെ കുറച്ചു കാലം കഴിഞ്ഞപ്പോ കേരളം കണ്ട കഥ എന്താണ്? സൈനുദ്ദീൻ മഖ്ദൂമിന്റെ കാലം കഴിഞ്ഞു, പിന്നെ കൊണ്ടോട്ടി ഷിയായുടെ കാലം കഴിഞ്ഞു, മുഹമ്മദ് ഷായുടെ കാലം കഴിഞ്ഞു. രണ്ടും കൂടെ സമ്മിശ്രമായ ഒരു ദീന് കേരളത്തിൽ ഒഴുകാൻ തുടങ്ങി. അങ്ങനെയാണ് ഷിയാ ഗ്രന്ഥങ്ങൾ, 20-ലധികം ഷിയാ ഗ്രന്ഥങ്ങളാണ് സമസ്ത പോലും മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത് എന്നുള്ളതാണ്. സമസ്തന്റെ അഖീദ പോലും നമ്മൾ കേട്ടിട്ടില്ലേ? മരത്തിനോട് തേടിയ കുഴപ്പമില്ല, മൈക്കെ രക്ഷിക്കണമെന്ന് പറഞ്ഞ കുഴപ്പമില്ല, ഈ മൈക്ക് അള്ളയാണെന്ന് വിശ്വസിക്കാതിരുന്നാൽ മതി. ഷിയാക്കളുടെ കുമൈനി തന്റെ കശ്ഫുൽ അസ്റാർ എന്ന് പറയുന്ന കിതാബില് ഷിർക്കിന് കൊടുത്ത നിർവചനം അതായിരുന്നു. ഹജറിനോടോ ഷജറിനോടോ തേടിയാ പോലും ഷിർക്ക് വരൂല. അതൊരു അനാവശ്യ പണി മാത്രമേ ആവുള്ളൂ. അത് റബ്ബാണെന്ന് വിശ്വസിച്ചാൽ മാത്രമാണ്. നോക്കേ, ഇത് ഷിയാക്കളുടെ വിശ്വാസമാണ്. അത് നമുക്കിടയിലൂടെ കടന്നു വന്നു. അതുപോലെ തന്നെ ഒരുപാട് ലോകത്ത് മുസ്ലിം സമൂഹത്തിൽ ആദ്യത്തെ ജാറം എന്ന് പറയുന്നത് ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹുവിന്റെ ജാറമാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന് ശേഷം വന്ന ആദ്യത്തെ ജാറം. ആ ജാറം കൊണ്ടുവന്നതാര്? ഷിയാക്കളാണ്. ദുഷ്ടഗുണങ്ങളെ, നക്സുകളെ പഠിപ്പിച്ചതാര്? ഷിയാക്കളാണ്. മറഞ്ഞുപോയ മഹാന്മാരോട് തേരണമെന്ന് പഠിപ്പിച്ചതാര? ഷിയാക്കളാണ്. അതിൽ നിന്ന് സൂഫികൾ ഉടലെടുത്തപ്പോ ഞാൻ തന്നെ അല്ലേന്ന് പറഞ്ഞോ, എന്നാലും കുഴപ്പമില്ല എന്ന് പഠിപ്പിച്ചതാര? സൂഫികളാണ്. ഇവരെ തമ്മിത്തല്ലുന്നവരാക്കി പഠിപ്പിച്ചതാര? അതിൽ നിന്ന് കടന്നു വന്ന ത്വരീഖത്തുകാരാൻ. ഇതിന്റെ ഒരു സമ്മിശ്രമായ ഒരു വകഭേദമാണ് സമസ്ത എന്ന് പറഞ്ഞ് ഇന്ന് നമ്മൾ കൊണ്ടു നടക്കണേ. നേരം മഗ്‌രിബ് സമയത്ത് കിബിലക്ക് മുന്നിട്ട് പക്ഷിപ്പാട്ടും കുറത്തിപ്പാട്ടും മാലപ്പാട്ടും കുപ്പിപ്പാട്ടും കപ്പപ്പാട്ടും പാടിയപ്പോ നമ്മൾ അറിഞ്ഞില്ലത് ആരുടെ നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല. കപ്പപ്പാട്ടോ അല്ലെ? സഫീരത്തു മാല എന്നാണ് അതിന്റെ അവലോപിച്ച രൂപമാണെന്ത്? അതിന്റെ മലയാളമാണ് കപ്പൽ പാട്ട്. അതിനെ അവലോപിച്ച് കപ്പപ്പാട്ട് എന്ന ആളുകൾ വിളിക്കാൻ തുടങ്ങി. കുറത്തിപ്പാട്ട് പറഞ്ഞ ഫാത്തിമ ബീവിന്റെ പേരിന്റെ കണക്ക് പറയല. ഫാത്തിമ ബീ 10 പെറ്റാലൊന്ന് പെറ്റാമേനി
കൊറുത്തി ഞാനും 1 പെറ്റാൽ 10 പെറ്റാമേനി, ഫാത്തിമ ബി 10 പെറ്റാൽ 1 പെറ്റാമേനി. നേരം മഗ്‌രിബിന് ഒദു എടുത്ത് കിബിലക്ക് മുന്നിട്ട് ഉമ്മമാര് ഈ ഷിയാക്കളുടെ കഥ പറഞ്ഞു എന്ന് ഞാൻ വെറുതെ പറയല്ല. നിങ്ങൾ ആലോചിച്ചൊക്കെ ഈ പക്ഷിപ്പാട്ടുണ്ടല്ലോ, അക്ബർ സ്വതക്കാന്റെ ഒരു പക്ഷി റസൂലുള്ളാഹിനോട് വന്ന് പറയാണ്, സുബഹിന്റെ നേരത്ത് മുട്ടിട്ടു, ളുഹറിന് മുട്ടിട്ടു, അസറിന് മുട്ടയിടാൻ വേണ്ടി കൂട്ടിക്ക് വന്ന് ഓരോ നിസ്കാരത്തിന്റെ വക്തിയിലാണ് പക്ഷി മുട്ടടനെ. അങ്ങനെ പിന്നെ അസറിന് മുട്ടടാൻ വേണ്ടി വന്നപ്പോ ആൺപക്ഷി ആട്ടി പുറത്താക്കാണ്. ഈ മുട്ടയുടെ ഉടമസ്ഥൻ ഞാനല്ല, ഇത് ഹറാമാണോ ഹലാലാണോ എന്ന് പറഞ്ഞ് കൂട്ടിന്ന് പുറത്താക്കിയെന്ന തനിച്ച ഷിയായിസങ്ങളെ പറയുന്നത്. നിങ്ങൾ ആലോചിച്ചൊക്കെ ഒരു വേള ഇതിനെ അറബി മലയാളത്തിൽ എഴുതി, പിന്നീട് അത് സമൂഹത്തെ കൊണ്ട് പാടിപ്പിച്ചു, പിന്നീട് മലയാളത്തിലും ഓഡിയോ കാസറ്റുകളുമായി വന്നു. അസ്തമിച്ചു എന്ന് തുടങ്ങുന്നിടത്താണ് ഈ 2026 ഫെബ്രുവരിയിൽ വീണ്ടും അതിനെ പൊടിതട്ടി പുറത്തേക്ക് ജനങ്ങൾക്കിടയിലൂടെ കൊണ്ടുവരണത്. എന്താണ് പക്ഷി വന്ന് റസൂലുള്ളാഹിനോട് പറയാ, സുബഹിന്റെ നേരച്ചോരു മുട്ടായിട്ടോ ഞാൻ, ളുഹറിന്റെ നേരച്ചും മുട്ടായൊന്നിട്ടോ ഞാൻ, മേൽമാസറിനായി കോട്ടിൽ ഞാൻ ചെല്ലുമ്പോ എന്റെ ഈണപ്പക്ഷി ആട്ടി പുറത്താക്കി. എന്റെ ഈണപ്പക്ഷി ചോദിക്കും എന്നോട്, ഇട്ടുള്ള മുട്ട ഹലാലോ ഹറാമോന്ന്. നബിയേ, സുബഹിന്റെ നേരത്ത് ഞാനൊരു മുട്ടയിട്ടു, ളുഹറിന്റെ നേരത്തും ഞാനൊരു മുട്ടയിട്ടു, അസറിന്റെ നേരത്ത് മുട്ടയിടാൻ വേണ്ടി ഞാൻ എന്റെ കൂട്ടിലേക്ക് ചെല്ലുമ്പോ 40 കൊല്ലക്കാലം എന്നോട് കൂടെ ഇണങ്ങി പൊറുത്തിരുന്ന അക്ബർ സ്വതഖ എന്ന് പറയുന്ന ആൺപക്ഷി അവൻ എന്നെ ആട്ടിപ്പുറത്താക്കി. നബിയേ, അവൻ എന്നോട് ചോദിക്കുന്നുണ്ട്, ഇട്ടുള്ള മുട്ട ഹലാലാണോ അതോ ഹറാമാണോ? അങ്ങ് തോരിസീന പർവ്വതത്തിന്റെ മുകളിൽ ഇരിക്കുന്ന അക്ബർ സ്വതഖ എന്ന് പറയുന്ന ആൺപക്ഷിയുടെ അടുക്കലേക്ക് അള്ളാന്റെ ഹബീബ് ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ പറഞ്ഞേക്കുകയാണ്. അവിടെ ബിലാൽ ചെന്നുകൊണ്ട് പറയുന്നുണ്ട്, അക്ബർ സ്വതഖ, നിന്നെ മക്കത്തെ റസൂല് വിളിക്കുന്നു എന്ന് പറയുമ്പോ ആ പക്ഷി പറയാണ്, മക്കത്തെ റസൂലിനെ ഞാൻ അറിയില്ല, മര്യാദക്ക് തിരിച്ചു വെക്കോ. അടുത്തതായി ഇനി കടന്നു പോകുന്നത് ആരാണെന്നറിയോ? ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവാണ്. ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, നിന്നെ മക്കത്തെ റസൂൽ വിളിക്കുന്നു എന്ന് പറഞ്ഞപ്പോ ആ പക്ഷി പറയുന്നുണ്ട്, റസൂലുള്ളാഹിനെ ഞാൻ അറിയില്ല. ഉമർ റളിയല്ലാഹു അൻഹു കുറച്ച് ദേഷ്യമായി സംസാരിച്ചപ്പോ മരപ്പത്തിൽ നിന്ന് ചെഞ്ചുണ്ട് പുറത്തിട്ടുകൊണ്ട് അക്ബർ സ്വതഖ പ്രതികരിച്ചു, പത്രേ, നീ ഉക്കാല ചന്തയിൽ ഖാലിദിനോട് തോറ്റ ഉമൈറല്ലടാ, നീയാണോ എന്നെ വിളിക്കാൻ വന്നിരിക്കുന്നത് എന്നാണ്. ആ സമയത്ത് അലി റളിയല്ലാഹു അൻഹു പറയാണ്, ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാനെങ്ങാനും തിരിച്ചു പോയാ ഇനി അടുത്തതായി കടന്നു വരുന്നത് ആരാണെന്നറിയോ? അത് റസൂലുള്ളാഹിന്റെ മരുമകനാകുന്ന അലിയാ. ഒരു വ്യാഴവട്ടക്കാലം മുഴുവനും പാതിരാപാതകളിലൂടെ ജനങ്ങളോട് ഇത് പറഞ്ഞു കൊടുക്കുമ്പോ, ഖാതിലുൽ കുഫാരീന ളാരിബു ഉനുകൻ കസുറൻ കസുറാ അലി ഹൈദർ അസദുല്ലാഹി അൻഹു റളിയല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മരുമകനാകുന്ന അലിയാണെങ്കിൽ അലിയെങ്ങാനും കടന്നു വന്ന അലിന്റെ ദുൽഫുക്കാർ എന്ന് പറയുന്ന വാളിന്റെ മേല് നിന്റെ തല അവിടെ ചിഹ്നിച്ചതറുമെന്ന് പറഞ്ഞപ്പോ ആ പക്ഷി പറഞ്ഞു, പത്ര മക്കത്തെ അലിയോട് പറയല്ലേ, മക്കത്തെ അലിയോട് പറയല്ലേ, മക്കത്തെ റസൂലുള്ളാഹിനെ അറിയില്ല, മക്കത്തെ അലിയെ അറിയാ, മക്കത്തെ ഉമറിനെ അറിയില്ല, മക്കത്തെ അലിയെ അറിയാ. ഇത് ആരുണ്ടാക്കിയതാണ്? ഷിയാക്കൾ ഉണ്ടാക്കിയതാണെങ്കിൽ ഇന്ന് നമ്മുടെ പള്ളിയിൽ അറബിയിലോദന ഇബ്നു നബാത്തത്തുൽ മിസ്രിയുടെ നബാത്തിയ ഖുത്ബയിലെ 4 ഖുലഫാഉർ റാഷിദുകളുടെ പേര് പറയുമ്പോ പോലും ആ ഷിയാ സ്വാധീനങ്ങൾ കാണാൻ പറ്റും. ഞാനൊരു ക്ലൂ തരണുള്ളൂ, അടുത്ത വെള്ളിയാഴ്ച പോകുമ്പോൾ നോക്കിയാൽ മതി. വഅൻ അമീറുൽ മുഅ്മിനീൻ അബൂബക്കർ സിദ്ദീഖ്, വഅൻ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നു ഖത്താബ്, വഅൻ അമീറുൽ മുഅ്മിനീൻ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ.
അത് കഴിഞ്ഞിട്ട് ഇനി അലി റളിയല്ലാഹു അൻഹു എളുപ്പം പറയൂല, നിങ്ങൾ ഉണ്ടോ ഇല്ലേ എന്നുള്ളത് നോക്കിയിട്ട് ഇൻഷാ അല്ലാഹ് പിന്നീട് നമുക്കൊരു അവസരം ആവശ്യമെങ്കിലേ നമുക്കത് വിശദീകരിക്കാം. ഞാൻ പറഞ്ഞത് ഷിയായിസങ്ങൾ ഇങ്ങനെ കടന്നു വന്നു, അറിയാതെ നമുക്കിടയിലൂടെ കടന്നു വന്നു. നിങ്ങൾ നോക്കിയേ, മനുഷ്യന്മാരെന്ത് ചെയ്തു? അള്ളാഹുവിൽ കാണുന്നൊരു അഭയമില്ലേ, അള്ളാഹുവിൽ കാണുന്നൊരു സമാധാനമില്ലേ, ഒരടിമക്ക് അല്ല പോരെ എന്ന ഖുർആന്റെ ചോദ്യമല്ലേ? അലൈസല്ലാഹു ബികാഫിൻ അബ്ദാ, ഒരടിമക്ക് അല്ല പോരെ എന്ന ചോദ്യം പോലും ഇന്ന് വിസ്മരിച്ച് കളഞ്ഞിരിക്കുകയാണ്. ഒന്ന് യാത്ര തിരിക്കണമെങ്കിൽ പോലും സമാധാനമില്ല, കല്യാണം നടത്തണമെങ്കിൽ പോലും. നിങ്ങൾ ആലോചിച്ചൊക്കെ, ഷിയാക്കൾ പറഞ്ഞൊന്ന് ദുശകുനം നോക്കിക്കോ. മുഹറം മാസം ആകെ നെഹ്സാൻ. ആരാ പഠിപ്പിച്ചെന്നേ? ഷിയാക്കള്. അവർക്ക് നെഹ്സാണ്. കർബലയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് ഷിയാക്കൾ ആ മാസം മൊത്തം നെഹ്സാക്കി. നമ്മുടെ നാട്ടിലെ കഥാപ്രസംഗത്തിലും ഈ ഷിയാ കഥ, കർബലയുടെ കഥ ഇങ്ങനെ കടന്നു വന്നു. എന്നിട്ട് അതിനെ വലിയൊരു കച്ചവട മാർക്കറ്റാക്കിയിട്ട് മാറ്റി. കത്തുന്ന കർബല, മണലാരുണ്യത്തിലെ ചോര പൈതൽ എന്നൊക്കെ പറയുന്ന കഥയൊക്കെ ഈ കർബലയാണ്. അതിൽ ഒരു ദിവസം ഹസൻ റളിയല്ലാഹുവിന്റെ മരണം പറയും, അടുത്ത ദിവസം ഹുസൈൻ റളിയല്ലാഹുവിന്റെ മരണം പറയും. അതിൽ ആദ്യത്തെ ദിവസം പറയുമ്പോൾ രണ്ടാമത്തെ ദിവസം പൈസ മേടിക്കാനുള്ള ഒരു കൊടുത്തിട്ടാണ് അത് അവസാനിപ്പിക്കുക. എങ്ങനെയാ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. ആദ്യത്തെ ദിവസത്തെ കഥ അവസാനിപ്പിക്കുമ്പോ ജഹദ ഹസൻ റളിയല്ലാഹു അൻഹുവിനെ വിഷം കലക്കാണ് വെള്ളത്തിൽ കൊല്ലാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഈ വെള്ളത്തിൽ വിഷം കലക്കി കൊടുത്തിട്ട് അതിങ്ങനെ ജഹദ കുടിക്കണ്ടോ നോക്കുക, അസറല്ലാൻ കുടിക്കണ്ടോ എന്ന് ഇങ്ങനെ ഇടം കണ്ണിട്ട് നോക്കുക. അവസാനം സുബഹിന്റെ മുമ്പ് തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേറ്റ് ഹസൻ റളിയല്ലാഹു അൻഹു വെള്ളം കുടിച്ചതും നേരെ സുജൂദിലേക്ക് വന്ന് വീണു, നെഞ്ച് തിരുമ്പി വീണു. ഇത് പറയുമ്പോൾ ഒരു ഹമ്മിങ്, ഒരു സി ക്ലാസ് ഹമ്മിങ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാല് ആൾക്കാരെ കണ്ണൊക്കെ ഇങ്ങനെ നിറയും. എന്നിട്ട് അതിന്റെ പിന്നാലെ ആ പാട്ട് ഇങ്ങനെ കൊടുക്കും അല്ലേ? ഹസനുണ്ടോരു തീഭാര്യ ജഹിദായം നാണവൽക്കു പേർ, ശത്രുപക്ഷത്ത് നിന്നവൾ വഞ്ചനയ്ക്കായി പിറന്നവൾ, ആറ്റലായ റസൂലിന്റെ പേരക്കീടാങ്ങളാണവർ. പറഞ്ഞ ഹമ്മിങ് കൂടെ വരുമ്പോ ആൾക്കാർ ഈ കഥയും ഈ ഫീലും പാട്ടും കണ്ണിങ്ങനെ നിറയും. ആ സമയത്ത് വീണ്ടും കഥ ഇങ്ങനെ ആരംഭിക്കും. തന്റെ പ്രിയപ്പെട്ട സഹോദരന്റെ അവസാന നിമിഷം മടിത്തട്ടിൽ വെച്ച് ഹുസൈൻ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, ആരാണ് ഈ കടുംകൈ ചെയ്തതെന്ന്. അവസാനം എന്തോ ഒന്ന് മനസ്സിലാക്കിയ ഹുസൈൻ റളിയല്ലാഹു അൻഹു തന്റെ പ്രിയപ്പെട്ട അനുജന്റെ കൊലപാതകയ്ക്ക് പ്രതികാരം ചെയ്യാൻ തന്റെ ബാപ്പാന്റെ വല്യുപ്പാന്റെ ഖൈബറിൽ ഉപയോഗിച്ച ദുൽഫുക്കാർ എന്ന് പറയുന്ന വാളെടുത്ത് ഇരുട്ടിന്റെ മറവിൽ നടന്നു നീങ്ങുമ്പോ ഒരു അദൃശ്യമായ കൈ ഹുസൈൻ റളിയല്ലാഹുവിന്റെ നേരെ നീണ്ടു വന്നു. എന്താണ് ആ കൈയെന്നും എന്താണ് നടന്നതെന്നും ഇൻഷാ അല്ലാഹ് നാളെ ഒരു കവർ കൊടുത്തു വിടുന്നുണ്ട്. എല്ലാവരും അത് ഫില്ല് ചെയ്തിട്ട് നാളെ വരണം. ഇതാണ് സത്യത്തിലെ കഥാപ്രസംഗത്തിന്റെ ഒരു ദിവസത്തെ ക്ലൈമാക്സ് എന്ന് പറയണേ. നിങ്ങൾ ആലോചിച്ചൊക്കെ, ഇത് പറഞ്ഞ് ഇതിലൂടെ പറഞ്ഞു കൊടുക്കണത് എന്താണെന്നറിയോ? ഈ ഷിയാക്കലുണ്ടാക്കിയ സഹാബത്തിനെ ചീത്ത പറയുന്ന, താബീങ്ങളെ മോശക്കാരാക്കി പറയുന്ന ഒരുപാട് കഥകളെ അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ സ്ഥാനം കൊടുത്ത് പറഞ്ഞ മുആവിയത്ത് ഇബ്നു അബീ സുഫിയാൻ റളിയല്ലാഹു അൻഹുവിനെ വളരെ നീചനായി ചിത്രീകരിച്ച് ഇതിന്റെ കഥകളിലൂടെ കടന്നു പോകുമ്പോ നോക്കി താബീങ്ങളെ ചീത്ത പറഞ്ഞ്, സഹാബത്തിനെ ചീത്ത പറഞ്ഞ് ഷിയാക്കളുടെ വഴിയിലേക്ക് നമ്മളുടെ സമുദായം നടന്നു നീങ്ങുന്നുണ്ട് എന്ന അപകടം നമ്മൾ അറിയണില്ല. അവരിൽ നിന്ന് ആ കർബലയെ ഒപ്പിയെടുത്തതാണ് നെക്സ്റ്റ്. നമ്മുടെ നാട്ടിൽ ഒരാൾ ഗൾഫ് പോകണമെങ്കിൽ ഉസ്താദിനോട് പോയി ചോദിക്കും ഏത് ദിവസം നല്ലത് അല്ലെ. ഇപ്പൊ ഈ ഒരു പതിറ്റാണ്ടിൽ കുറച്ചൊക്കെ ഒരു മാറ്റമുണ്ട്. കാരണം കുറച്ചൊക്കെ ബോധം വന്ന ആൾക്കാർ ഫ്ലൈറ്റിന്റെ റേറ്റ് നോക്കാൻ തുടങ്ങിയേക്കണം. മുമ്പൊന്നുമില്ല, മൊയിലേര് പറയുന്ന ഡേറ്റ് ആണ് ഡേറ്റ്. കലണ്ടർ ഇങ്ങനെ നോക്കും. കല്യാണം തീരുമാനിക്കാനിരുന്നാല് ചെക്കന്റെ വീട്ടിലൊരു ഡേറ്റ് പറയും, പെണ്ണിന്റെ വീട്ടിലൊരു ഡേറ്റ് പറയും. മൊയിലേല് കലണ്ടർ നോക്കിയിട്ട് പറയും അന്ന് നടക്കൂല. കാരണം എന്തേ? അന്ന് നെക്സാണ്. നമ്മുടെ ചാലിശ്ശേരിയിലെ ഒരു വിഷയം ഇങ്ങനെ നടക്കുന്നതിന്റെ ഇടയിൽ ചെക്കന്റെ വീട്ടിലൊരു ഡേറ്റ് പറഞ്ഞു, പറ്റൂലേ പറഞ്ഞു. പെണ്ണിന്റെ വീട്ടിലെ ഡേറ്റും അന്ന് നെക്സാ പറഞ്ഞു. മൂന്നാമത്തെ ഡേറ്റ് മൊയിലേര് നെക്സ എന്ന് പറഞ്ഞപ്പോ ഈ പയ്യന്റെ അമ്മാവനുണ്ട്, ഒരു അടക്ക ബിസിനസ്സുകാരൻ. ആള് വെച്ച മൊയിലേര് ആ കലണ്ടറിലെ സുബയില്ലാത്ത ദിവസം ഉണ്ടെന്ന് നോക്കിയാണ് ദേഷ്യം വന്നിട്ട്. എന്ന പോലെ ഇതൊക്കെ നെക്സ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തള്ളുകയാണ്. നമുക്കറിയോ, മഹാനായ സൈനുദ്ദീൻ മഖ്ദൂമിന്റെ ഉസ്താദ് ഇബ്നു ഹജറുൽ ഹൈതമി
അദ്ദേഹം പറയുന്നുണ്ട് ഫതാവൽ ഹദീസിലൂടെ കാണാ അത് യഹൂദികളുടെ ചര്യയാണ്. എന്ന് പറയുന്നത് യഹൂദികളുടെ ചര്യയാണ്. തങ്ങളുടെ സട്ടാവിലൂടെ ഭരമേൽപ്പിക്കുന്ന വിശ്വാസികളുടെ ചര്യല്ല, മുഅ്മിനീങ്ങളുടെ ചര്യല്ല. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് യാസീൻ ഓതി പഠിക്കുന്നവരാണ് നമ്മള്. ഒരു ഗ്രാമത്തിലേക്ക് അള്ളാന്റെ നബിമാരെ പ്രബോധനത്തിനായി കടന്നു വരുമ്പോ ആ ഗ്രാമത്തിലെ ആളുകൾ നബിമാരോട് പറഞ്ഞ വാക്കുണ്ട്, നിങ്ങൾ ദുശകുനമാണ്. നബിമാരെ തിരിച്ചു പറഞ്ഞില്ല. കാലോ ത്വായിറുക്കും മഅക്കും, നിങ്ങൾ പറയുന്ന ദുശകുനം നിങ്ങളുടെ കൂടെ തന്നെയാണ്. പ്രിയമുള്ളവരെ, ശത്രുക്കളുടെ സംഭാവനയാ, ജൂതന്മാരുടെ സംഭാവനയാണ്. അല്ലാഹുവിനോട് പരമേൽപ്പിച്ചോ. നിസ്കാരം കഴിഞ്ഞ് നമ്മൾ പറയുന്നില്ല അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത വലാ മുഅതിയ ലിമാ മനഅത. അല്ലാഹുവേ, നീ നൽകിയതിനെ തടുക്കാൻ ആരുമില്ല. അല്ലാഹ്, നീ തടുത്തതിനെ നൽകാൻ ഒരാളുമില്ല റബ്ബേ. ഈ വിശ്വാസമൊക്കെ നമ്മളെന്ന് പോയി. എന്നിട്ട് നമ്മള് ഇങ്ങനെ പൗരോഹിത്യത്തിലും അള്ളാഹുവിന്റെ അടിമകളിൽ നമ്മൾ അഭയം പ്രാപിക്കുന്ന ആളുകളായി. ഇപ്പൊ നിങ്ങൾ നോക്കിയ തൗഹീദിന്റെ ഏറ്റവും വലിയ പ്രഖ്യാപനമാണ് ഹജ്ജ് എന്ന് പറയുന്ന ഇബാദത്ത്. അതിലേക്ക് ഇറങ്ങുമ്പോ പോലും ആളുകൾക്ക് സമാധാനമില്ല. നാട്ടിലെ മക്ബറകളിലൊക്കെ കയറിയിറങ്ങി, ഉള്ളാളത്തെ സയ്യിദ് മദനിയുടെ അവിടെയും കണ്ണൂരിന്റെ 3 പെറ്റുമാർ അവിടെയും അങ്ങനെ നടന്ന് എയർപോർട്ടിന്റെ വടികളിലൂടെയുള്ള ജാറങ്ങളിലൂടെ നടന്നു വന്ന് അവിടെ നിന്നൊക്കെ ബറക്കത്ത് വാങ്ങിയിട്ടാണ് ഹജ്ജിന് വേണ്ടി യാത്ര തിരിക്കുന്നതെങ്കിൽ ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക്, അല്ലാഹുവേ, നിന്റെ വിളിക്കുത്തരം നൽകിയിരിക്കുന്നു. അല്ലാഹ്, നിനക്കൊരു പങ്കുകാരുമില്ല റബ്ബേ എന്ന് തൗഹീദിന്റെ മന്ത്രം ഉയർത്തുമ്പോ നമ്മൾ അവിടുന്നൊക്കെ മടങ്ങി മക്കാ മുശ്രിക്കുകളുടെ ദറജയിലേക്ക് പോയി. ഇല്ലാ ശരീകൻ ഹുവലക തംലികുഹു വമലക, നീ കൊടുത്ത കഴിവ് നീ മഹാന്മാരോടൊക്കെ ചോദിച്ചിട്ട് വരുന്നത് എന്ന് പറയുന്ന അത് മക്കാ മുശ്രിക്കുകളുടെ തൽബിയത്താണ്. അവിടേക്ക് നമ്മൾ മടങ്ങാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, അള്ളാഹുവിൽ നിന്ന് മനുഷ്യന്മാരിങ്ങനെ അകന്നു പോവാണ്. അതിനെ പൗരോഹിത്യം പഠിപ്പിച്ചു കൊടുത്തു. നിങ്ങൾ അള്ളാഹിനോട് പറഞ്ഞിട്ട് കാര്യമില്ല, അള്ളാന്റെ അടുക്കന്ന് കിട്ടാൻ പോണില്ല എന്നുള്ളൊരു ബോധം ആളുകളോട് പറഞ്ഞു കൊടുത്തു എന്ന് ഞാൻ വെറുതെ പറയല്ല. ഇനി പറയുന്ന തെളിവുകളെ നിങ്ങൾക്ക് പരിശോധിക്കാം. ഇപ്പൊ നമ്മുടെ നാട്ടിലെ മുഹിയദ്ദീൻ മാല പറഞ്ഞിട്ട് ഒരു മാല, നിങ്ങൾ ദീനം സ്വീകരിച്ചോ, ഖുർആനും ഹദീസും നിങ്ങൾ സ്വീകരിച്ചോ? ഉറപ്പിച്ചു പറയാ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നല്ലാതെ അള്ളാന്റെ ഖുർആനിൽ കാണില്ല, ഹദീസിൽ കാണില്ല, ഇസ്ലാമിന്റെ ഇബാദത്തുകളിൽ കാണില്ല. ഖുർആനിലെ 160-ലധികം വരുന്ന പ്രാർത്ഥന പ്രപഞ്ചനാഥനായ സഖാവായ അള്ളാഹിനോട് ഹദീസുകളിലൂടെ കടന്നു വരുമ്പോ, വീട്ടിലേക്ക് കയറുമ്പോ, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ, പുതുവസ്ത്രം ധരിക്കുമ്പോ, ഇടിമിന്നൽ ഉണ്ടാകുമ്പോ, ക്ഷുദ്രജീവികളുടെ അക്രമങ്ങളെ ഭയപ്പെടുമ്പോ, കടക്കണിയിലൂടെ കുടുങ്ങുമ്പോ മുഴുവൻ പ്രാർത്ഥനയും റബ്ബി റബ്ബന അല്ലാഹുമ്മ എന്നല്ലാതെ, അല്ലാഹുവിനോടല്ലാതെ ഒരൊറ്റ പ്രാർത്ഥന പോലും അള്ളാന്റെ കലാമിൽ കാണില്ല, അള്ളാഹുവിന്റെ ഖുർആനിൽ കാണില്ല. പക്ഷെ ജനങ്ങളെ പൗരോഹിത്യം ഈ ഷിയാക്കളുടെ അകമ്പടിയോടെ തെറ്റിച്ചു കളഞ്ഞു പടച്ചോനിന്ന്. അള്ളഹാനോട് ചോദിച്ചിട്ടൊന്നും കാര്യമില്ല. നിങ്ങൾ മുഹിയദ്ദീൻ മാലയിൽ ഒരു കഥ വിശദീകരിക്കുന്നുണ്ട്, ഒന്ന് കേട്ടോക്കുങ്ങള്. ഇതെന്നറിയോ? മര്യാദയുള്ള സീരിക്കോരു കുട്ടിയെ മന്നാനെ നൽകു നീ എന്ന് മോഴിന്തോവർ, മറുപടി ലൗഹില്ലാവർക്കില്ല പിള്ളകൾ, മുറുക്കുന്നു 2 കോടുക്ക് നീ തയ്യാറേ, കൊടുക്കാനെളുപ്പത്തിയില്ലെങ്കിൽ 3 കൊടുക്കണമങ്ങിനെ 7ഓളം പിണ്ടോവർ, 800 വീടും മുമ്പായിറയവൻ, എങ്കി ഞാൻ 7 കൊടുക്കാമതെന്നോവർ. മുഹിയുദ്ദീൻ ഷെയ്ഖിന്റെ ഒരു മുരീദ് വന്നിട്ട് പറഞ്ഞു, ഷെയ്ഖ് എനിക്ക് കുട്ടിയില്ല. ഉടനെ ഷെയ്ഖ് അള്ളാഹിനോട് പറഞ്ഞു, അല്ലാഹ് എന്റെ മുരീദിന് സന്താനത്തെ കൊടുക്കല്ലാ. അല്ലാഹ് പറയാണ്, നിന്റെ മുരീദിന് ലൗഹുൽ മഹ്ഫൂദിൽ സന്താനമില്ല. എന്താണ് ലൗഹുൽ മഹ്ഫൂദ് എന്നറിയോ?
ലോകത്തല്ലാഹു ആദ്യമായി പടച്ചത് ലൗഹിലെ ഖലമാ. ആ പേനയോട് എന്നൊന്ന് എഴുതി വെക്കാൻ അല്ലാഹ് പറഞ്ഞോ. അതേ ലോകത്തിലൂടെ നടക്കൂ എന്നുണ്ടെങ്കിൽ ഇമാം ബൈഹഖി തന്റെ സുനനിൽ ഉദ്ധരിക്കുന്ന ഹദീസിലൂടെ കാണാ ആദ്യമായി പടച്ച ലൗഹാണ്. അതേ പേന എഴുതി വെച്ച ലൗഹിലെ കലമാണെങ്കിൽ ആ പേന എഴുതി വെച്ചതാണ് ലോകത്തിലൂടെ നടക്കൂ എന്നുണ്ടെങ്കിൽ ആ മനുഷ്യന് അല്ലാഹു ലൗഹുൽ മഹ്ഫൂദിൽ സന്താനത്തെ വിധിച്ചിട്ടില്ല. അല്ലാഹ് പറഞ്ഞു അത്ര മുഹിയദ്ദീനെ, നിന്റെ മുരീദന് ലൗഹുൽ മഹ്ഫൂദിൽ സന്താനമില്ല. ഉടനെ തന്നെ ശൈഖ് പറയാ ഒരെണ്ണം കൊടുക്കാൻ പറ്റൂലെന്നോ, എങ്കിൽ രണ്ടെണ്ണം കൊടുക്കല്ലാ. അല്ലാഹ് പറഞ്ഞു രണ്ടും പറ്റൂല, എങ്കിൽ മൂന്നെണ്ണം കൊടുക്കല്ലാ. അല്ലാഹ് പറഞ്ഞു മൂന്നും പറ്റൂല, എങ്കിൽ നാലെണ്ണം കൊടുക്കല്ലാ. പറഞ്ഞ് 7 വരെ എത്തിയപ്പോ എട്ടെന്നൊരേ വീടും മുമ്പായിറയവൻ എങ്കി ഞാൻ 7 കൊടുക്കാമതെന്നോവർ. 8 എന്ന് പറയോന്ന് പേടിച്ചിട്ട് അല്ലാഹ് പറയാ എങ്കിൽ ഞാൻ 7 എണ്ണം കൊടുത്തോളാ, എങ്കിൽ ഞാൻ 7 എണ്ണം കൊടുത്തോളാ. ഇത് കേൾക്കുന്നൊരു സാധാരണക്കാരന്റെ മനസ്സിൽ വരുന്ന ചിന്ത എന്താണ്? അല്ലാഹു തരൂല എന്നവന്റെ ലൗഹുൽ മഹ്ഫൂദിൽ വിധിച്ചു വെച്ചത് ഇനി എത്രയാണ് റബ്ബിനോട് പറഞ്ഞിട്ടെന്താ കാര്യമില്ലല്ലോ. എന്നാൽ അത് വാങ്ങിച്ചു തരാ അള്ളാന്റെ പടപ്പുകളെ കൊണ്ട് കഴിയുമെന്നാണ്. അങ്ങനല്ലേ? അല്ലാഹ് തരൂല എന്ന് ലൗഹുൽ മഹ്ഫൂദിൽ വിധിച്ചത് ഇനി അള്ളാഹിനോട് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ അല്ലാഹ് ഒന്നുപോലും തരൂല എന്ന് എഴുതിയത് 7 വരെ വാങ്ങിച്ചു തരാൻ ആരെ കൊണ്ട് പറ്റും? മൊയ്തീൻ ഷെയ്ഖിനെ കൊണ്ട് പറ്റും. ആളുകൾ അള്ളാഹിനെ വിട്ടു, പടപ്പുകളിലേക്ക് തിരിഞ്ഞു. ഇത് ഒറിജിനൽ മുഹീദ്ദീൻ ഷെയ്ഖ് അല്ലാട്ടോ. ഇറാഖിന്റെ ബാഗ്ദാദിലെ നിസാമിയ യൂണിവേഴ്സിറ്റിയിലെ ഉസ്താദ് അല്ലാമ യൂസുഫ് ഇബ്നു അയ്യൂബ് ഹമദാനി എന്ന് പറയുന്ന പണ്ഡിതന്റെ കീഴില് ഖുർആനിലും ഹദീസിലും അറബി ഭാഷയിലും പ്രാവീണ്യം നേടിയ സാക്ഷാൽ അബ്ദുൽ ഖാദർ ജീലാനിയല്ല, മറിച്ച് ഇതാരാണ്? സമസ്തക്കാര് പഠിപ്പിക്കുന്ന വയനാട് ജില്ലയിൽ കാളിത്തള്ള പച്ചക്കുതിരക്ക് മേലെ പച്ച ഡ്രസ് ഇട്ട് കണ്ടു എന്ന് പറയുന്ന ഉമ്മാടെ ഗർഭപാത്രത്തിൽ നിന്ന് ഫക്കീറിന്റെ കോലത്തിൽ പുറത്തു ചാടി വാപ്പാന്റെ മുന്നിൽ ഫക്കീറിന്റെ രൂപത്തിൽ വന്ന് വത്തക്ക ചോദിച്ചു എന്ന കള്ളക്കഥ പറയുന്ന ആ കഥയിൽപ്പെട്ട ഷെയ്ഖാണ്. അതല്ലാതെ ലോകത്തിന് ഫത്ഹുർ റബ്ബാനിയും ഫത്ഹുൽ ഗൈബും മറ്റുള്ളവർ കൈകടത്തി എന്ന് പറയപ്പെടുന്ന ഉനിയത്തുൽ ത്വാലിബീൻ എന്ന ലോകോത്തര കിതാബുകളെ സമ്മാനിച്ച പണ്ഡിത കുലപതി അദ്ദേഹം ഇത് പറഞ്ഞിട്ടില്ല. കാസ്ഫീൻ കടൽ തീരത്തിന്റെ കൈലാൻ എന്ന് പറയുന്ന പട്ടണത്തിൽ ജനിച്ച് അബ്ദുൽ ഖാദർ ജീലാനി എന്ന പേര് സിദ്ധിച്ച് നോക്കി 26-ാമത്തെ വയസ്സിൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ തന്റെ ഉസ്താദിന്റെ വസിയത്താണ് ജനങ്ങളോട് തൗഹീദിന്റെ പ്രചാരകനായി മാറണമെന്ന് പറഞ്ഞപ്പോ കബലകൾ മുഴുവൻ തൗഹീദിന്റെ പ്രഘോഷണങ്ങൾ തീർത്ത് ജന്മനാട്ടിലേക്ക് തിരിച്ചു വന്നത് 52-ാമത്തെ വയസ്സിലാണ്. അന്ന് നാട്ടുകാരെ വിളിച്ച പേരാണ് മുഹിയുദ്ദീൻ, ദീനിന്റെ പുനരുദ്ധാരകൻ എന്നാണ്. പക്ഷേ നമ്മുടെ മുസ്തഫൽ വൈസി സമസ്തന്റെ ഉസ്താദ് പറഞ്ഞത് മുഹിയുദ്ദീൻ മാലയുടെ വ്യാഖ്യാനം 26-ാമത്തെ വരിയിലെ വെള്ളിയാഴ്ച ദിവസം ചെരുപ്പില്ലാണ്ട് നടന്നു വരുമ്പോ ദീനുൽ ഇസ്ലാം മനുഷ്യരൂപത്തിൽ മരിക്കാനായി കിടക്കുമ്പോ ഒന്ന് തലോടിയപ്പോ അയാൾ എണീറ്റിരുന്നിട്ട് പറഞ്ഞു, എന്റെ പേര് ദീനുൽ ഇസ്ലാം, ഞാൻ മനുഷ്യരൂപത്തിൽ വന്നതാണ്, നിങ്ങളാണ് എന്നെ ജീവിപ്പിച്ചത്, അതുകൊണ്ട് നിങ്ങളുടെ പേര് ഇനി മുതൽ മുഹിയുദ്ദീൻ എന്നാണ്. കെ സമസ്തയുടെ ഔദ്യോഗികമായ പുസ്തകമാണ്, മുഹിയുദ്ദീൻ മാല വ്യാഖ്യാനമാണ്, മുസ്തഫൽ ഫൈസിയാണ് 26-ാമത്തെ വരിയുടെ വ്യാഖ്യാനമാണ്. എന്നിട്ട് ആ പുസ്തകത്തിൽ വിശദീകരിക്കുന്നത് ദീനുൽ ഇസ്ലാം എന്ന് പറയുന്ന മതത്തിന് മനുഷ്യരൂപം പ്രാപിക്കാൻ കഴിയുമോ ഇല്ലയോ എന്നാണ് വിശദീകരണം. ആ മണ്ടൻ കഥകളിൽ ഒരുപക്ഷെ നിങ്ങൾക്കിതും വായിക്കാം, ഒറിജിനൽ ഷെയ്ഖ് പറഞ്ഞിട്ടില്ല. അപ്പൊ ആൾക്കാരെ അള്ളാഹിനോട് പറഞ്ഞ കിട്ടാത്തത് ആരിന്ന് കിട്ടും? ഷെയ്ഖിന്ന് കിട്ടുമെന്ന ചിന്താഗതിയിലേക്ക് വന്നു. ഇനി രണ്ടാമത്തെ പോയിന്റ് നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇതുപോലെ ഇപ്പോ ഈ സംവാദങ്ങള്, ഖണ്ഡനങ്ങള്, വേദികളെ കയ്യേറല്, ആക്രമിക്കൽ, ഇതൊക്കെ ആൾക്കാർ നടത്തലുണ്ടല്ലോ. എന്തിനാണ്? മഹാന്മാരോട് ഇസ്തിയാസ ചെയ്യാനെന്നും പറഞ്ഞിട്ടാണ്, അവരോട് തേടാനാന്ന് പറഞ്ഞിട്ടാണ്. നിങ്ങൾ ആലോചിച്ചോക്ക്, അള്ളാഹുവിനെ എങ്ങനെ തരം താഴ്ത്തി കാണിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ നിങ്ങളോട് പറയാൻ. ഈ ഇസ്തിആസ ചെയ്യണം, മഹാന്മാരോട് തേടണം, ഒന്ന് വീഴാൻ പോകുമ്പോ ബദരീങ്ങളെ എന്ന് വിളിച്ച് അവരോട് കാവൽ ചോദിക്കണം എന്ന് പറയാൻ, ഈ വാദം പഠിപ്പിക്കാൻ വേണ്ടി ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോ നമ്മളൊക്കെ അധ്വാനിക്കുന്നതിനൊരു ബെനിഫിറ്റ് ആഗ്രഹിക്കാത്തവരാരുണ്ടാവില്ല.
ഇത്രയൊക്കെ സമരം ചെയ്തിട്ട് ഞങ്ങൾക്ക് കിട്ടുന്ന പുണ്യം എന്താ ഉസ്താദെ? അള്ളാഹ് രക്ഷിക്കണേ എന്ന് പറയുന്നതിന് പകരം മൊയ്തീഷയെ കാക്കണേ എന്നൊക്കെ തേടി ഞങ്ങൾ ഇങ്ങനെ ഇവരുടെ വേദിയൊക്കെ കയ്യേറി അവരോടൊക്കെ സംവാദം നടത്തി രാത്രി പകൽ നിന്നില്ല പോസ്റ്ററൊക്കെ ഒട്ടിച്ച് അല്ലേ ഹിദായത്ത് നഗറൊക്കെ വെച്ചിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കേ, ഹിദായത്ത് കിട്ടാതെ പോകുമ്പോ എന്തിനാണ് ഈ ത്യാഗമൊക്കെ അനുഭവിച്ചതെന്ന്. അപ്പൊ നമ്മൾ പറയും അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്താന്ന് ഉസ്താദ്മാരോടൊന്ന് ചോദിച്ചോ. ഉസ്താദെ എന്ന് പറഞ്ഞാൽ സാധാരണക്കാരന് വേണ്ടി ഒന്നുകൂടെ ലളിതമായിട്ട് പറഞ്ഞുതരാം. ഇസ്ലാമിന്റെ അഹ്കാമുൽ ഹംസയിലെ 5 വിധികളിൽ ഒന്നാമത്തെ വിധി ഫർദാണോ, നിർബന്ധാണോ? ഉസ്താദുമാരെ പറയും നിർബന്ധമല്ല. എന്നാ വീണ്ടും നിങ്ങൾ ചോദിച്ചോക്കല്ലോ ഉസ്താദ്, എന്നാല് സുന്നത്താണോ, കൂലി കിട്ടുന്ന കാര്യമാണോ? അവര് പറയും അതുമല്ല. പിന്നെ എന്തിനീ പണിയെടുത്ത, എന്തിനാ ഈ തർക്കത്തിൽ പോയി? അപ്പൊ അവര് പറയും അതിന്റെ വിധി എന്താണ്? അത് ഹലാൽ, മുബാഹ്, അനുവദനീയമാണ്. എന്താണ് അതിന്റെ നിർവചനം? ചെയ്താൽ പുണ്യമോ ഉപേക്ഷിച്ചാൽ ശിക്ഷയോ ഇല്ലാത്തത്. സമാനമായി മറ്റൊരു ഹലാലിന്റെ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ മാമ്പഴത്തിന്റെ സീസൺ അല്ലേ, ഒരാൾ മാങ്ങ നിന്നപ്പോ അറിയാതെ 2 പുഴുവിനെ തിന്നുപോയി. അതിന്റെ ഹുക്കം എന്താണ്? ഹലാൽ. അതുപോലത്തെ ഒരു കാര്യമാണ് എന്ത്? മഹാന്മാരോട് ഇസ്തിയാസ ചെയ്യലേ. അതിനു വേണ്ടിയിട്ടാണ് അല്ലല്ലാത്തവരോട് അതിനാണ് ഈ തർക്കമൊക്കെ നമ്മൾ നടത്തിയത്. അപ്പൊ ഒരു സാധാരണക്കാരൻ ചോദിച്ചല്ലോ ഉസ്താദേ, അങ്ങനെ നമ്മൾ ഇങ്ങനെ തർക്കമൊക്കെ നടത്തിയിട്ട് ഇതൊക്കെ തേടുമ്പോ വെറും അനുവദനീയമായ ഒരു കാര്യത്തിന് എന്തിനാ? ആ ഉസ്താദ് മറുപടി പറഞ്ഞു കൊടുത്തു, അത് അള്ളാനോട് മാത്രം തേടാന്ന് പറഞ്ഞാൽ ഒരു ലോക്കൽ KSRTC പോണ പോലെ, മഹാന്മാരോട് തേടാന്ന് പറഞ്ഞാൽ ബെൻസ് കാറിൽ പോണ പോലെ. നമ്മളിവിടെ ഈ കാസർഗോഡിന്റെ പടന്നേട് ഊരിമുക്കിന്റെ ഈ പ്രാന്തപ്രദേശത്ത് കാസർഗോഡ് പോകാൻ വേണ്ടി ഇങ്ങനെ വണ്ടി കാത്തിക്കുമ്പോ ഒരു ലോക്കൽ KSRTC വന്നു, സുഹൃത്തിന്റെ ഒരു A-class ബെൻസും വന്നു എന്ന് വിചാരിക്കുക. ഈ പൊരുവയിലെത്ത് നമ്മൾ എവിടെ കയറും? നമ്മള് KSRTC കയറോ അല്ല ബെൻസ് കയറോ? സാധാരണക്കാര് KSRTC പറഞ്ഞ അള്ളാനെ വിട്ടു, ബെൻസ് കാരനെ പിടിച്ചു. ഇവിടെയാണ് അള്ളാഹുവിനെ അള്ളാനെ മനസ്സിലാക്കേണ്ട പോലെ മനസ്സിലാക്കിയിട്ടില്ല. ഇതിങ്ങനെ പറഞ്ഞ് നമ്മുടെ വീടിന്റെ ഉള്ളിൽ അറിയാതെ ഉമ്മത്ത് മുസ്ലിമയുടെ നാവിൽ വരെ കടന്നു വന്നു ഇല്ലേ? ഒന്ന് കാല് തന്നെ വീഴുമ്പോ അല്ലാ എന്ന് വിളിക്കാൻ നാവ് വഴങ്ങണില്ല. എന്റെ ബദരീങ്ങളെ, എന്റെ മൊയ്തീഷ്, എന്റെ ഉമ്മിച്ച എന്ന് പറഞ്ഞ് വിളിക്കുന്ന സാഹചര്യങ്ങളിലേക്ക് നാവ് പോയിട്ടുണ്ടെങ്കിൽ എത്ര പേരെ അറിയുന്ന, എത്ര പേര് എത്തിന്നറിയോ? ഒരു ഉമ്മ കുട്ടീനെ ഇങ്ങനെ തൊട്ടിലാട്ടി കൊടുക്കുക. ഹസ്ബീ റബ്ബീ ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. എനിക്ക് അല്ല മതി, എന്റെ കൽബിൽ അല്ലല്ലാതെ ആരുമില്ല എന്നൊക്കെ പറഞ്ഞിട്ടും അങ്ങനെ പറയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ് കുട്ടി ഇങ്ങനെ തൊട്ടിലാട്ടുന്നതിനിടയിൽ കുഞ്ഞിന്റെ തലയെങ്ങാനും തൊട്ടിലിൽ നിന്ന് താഴെ പോയാൽ ഉടനെ വിളിക്കും എന്റെ ബദരീങ്ങളെ, എന്റെ ബദരീങ്ങളെ. അതുവരെ പറഞ്ഞിരുന്നെന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപകടം വന്നപ്പോ അള്ളാഹിനടുത്ത് അങ്ങോട്ട് മാറ്റിവെച്ചു. പിന്നെ ആരെ വിളിച്ചു? എന്റെ ബദരീങ്ങളെ. വമാ ഖദറുല്ലാഹ ഹഖ ഖദരി. അള്ളാഹിനെ മനസ്സിലാക്കേണ്ട പോലെ മനസ്സിലാക്കിയില്ല. ഇത് ഈ സ്വാധീനം അറിയാതെ നമുക്കുള്ളിൽ വന്നു. അള്ളാഹുവിൽ എല്ലാ അഭയം, അതുകൊണ്ട് സമാധാനം എവിടെയും കിട്ടണില്ല. ഓടാണ് മനുഷ്യന്മാരെ, സിദ്ധന്മാരുടെ അടുക്കലേക്ക് ഓടാണ്. നമ്മൾ പറയും വ്യാജ സിദ്ധനാൻ, അങ്ങനൊന്നും ഇല്ല കേട്ടോ. എല്ലാ സിദ്ധന്മാരും വ്യാജാൻ, അതിന് വേർതിരിക്കല്ല. എല്ലാ സിദ്ധന്മാരും വ്യാജാൻ. പിന്നെ നമ്മളൊരു വ്യാജനാക്കേണ്ട വേറെ. അവരുടെ അടുക്കേക്ക് മനുഷ്യന്മാരെ കണക്കുനോട്ടക്കാരുടെ അടുക്കലേക്ക് ഇങ്ങനെ ഓടുകയാണ്. എന്നിട്ട് അവര് ഇബ്ലീസിന്റെ പണിയെടുക്കും. ഉള്ള കുടുംബത്തിന്റെ സമാധാനം. ഒരു സഹോദരിയുടെ സ്വർണം കാണാനില്ല, നേരെ സിദ്ധന്റെ അടുക്കല. സിദ്ധൻ പറയും പുറത്തു പോയിട്ടില്ല. എന്തിനാന്നറിയോ? കുടുംബം തെറ്റിക്കാനാ. പിന്നെ കുടുംബത്തിൽ എല്ലാരും സംശയമില്ലേ? ജ്യേഷ്ഠം വന്ന സംശയം, അനിയൻ വന്ന സംശയം, അപ്പുറത്തെ എളാപ്പാന്റെ വീട്ടില് സംശയം. നേരം മറിച്ച് അത്ര കഴിവുള്ളാണ് ഇന്നാളെടുത്ത് എന്ന് പറഞ്ഞിട്ട് തീരുമാനാക്കണ്ടേ? നിങ്ങൾ ആലോചിച്ചൊക്കെ പുറത്തു പോയിട്ടില്ല, അത് അകത്തന്നെയാണ്, പുറത്താരുമില്ല, അങ്ങനൊക്കെ പറഞ്ഞിട്ട് കുടുംബത്തിനെ തമ്മി തെറ്റിക്കാനുള്ള ഇബ്ലീസിന്റെ എല്ലാ പണിയും എടുത്തു കൊടുക്കും ഈ സിദ്ധന്മാരെ. കണക്ക് നോട്ടക്കാരുടെ അടുക്ക പോവാൻ. എന്നിട്ട് അവരെ ഒന്ന് ചരടും വാങ്ങിയിട്ട് നിങ്ങളൊക്കെ വണ്ടി ഓടിക്കാൻ വരെ ധൈര്യം സ്റ്റിയറിംഗിന്റെ താഴെ പട്ടുകെട്ടി കൊടുക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് ഒട്ടകത്തിനാ പട്ടുകെട്ടാൻ പറഞ്ഞേ?
ഏത് വാഹനത്തില അഭയം വേണോ പ്രിയമുള്ളവരെ? വീട്ടിൽ നിന്നിറങ്ങുമ്പോ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് എന്ന് റബ്ബിനോട് തവക്കുലാക്കി ഇറങ്ങുന്നവരെ, അല്ലാഹുവിന്റെ മുത്ത റസൂൽ പറഞ്ഞ ദിക്റുകളോടുകൂടെ ഇറങ്ങുന്നവരെ, വാഹനത്തിൽ കയറി വാഹനത്തിൽ യാത്ര തുടങ്ങുമ്പോ സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. അവർക്ക് എന്ത് സമാധാനം! നേരെ മറിച്ചിട്ട് ഇന്നെ ബീവിച്ച കാത്തോളും ഈ വാഹനത്തിന്റെ ഐശ്വര്യം ഇന്നാള് ഹൈന്ദവ സമുദായമാണെങ്കിലേ അവരെഴുതി വെക്കും ഇന്ന കാവിലെ അമ്മ എന്ന്. അത് അവരുടെ വിശ്വാസമാണ്, ഓരോരുത്തർക്ക് അവരുടെ വിശ്വാസം സ്വീകരിക്കാലോ. പക്ഷെ മുസ്ലിങ്ങളോട് എനിക്ക് പറയാനുള്ളേ, CM മടവൂർ എന്ന വണ്ടിക്കൊക്കെ പേര് എഴുതിയിട്ട്, കാരണം മൂപ്പരാണല്ലോ ഫ്ലൈറ്റ് വരെ കൺട്രോൾ ചെയ്യുന്നത് എന്നുള്ള വിശ്വാസമാണ് ആളുകൾക്കുള്ള. ഇതും കൊണ്ട് ഇങ്ങനെ നടക്കാൻ, അതുകൊണ്ട് എവിടെയും ആളുകൾ ഇങ്ങനെ ഓടാൻ, അസമാധാനത്തിലൂടെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ചൊക്കെ, എല്ലാ കൺട്രോളും അള്ളാന്റെ കയ്യിൽ നിന്ന് പടപ്പേളിക്ക് മാറ്റിക്കൊടുത്തിട്ട് ഇവരാണ് നിയന്ത്രിക്കുന്നത് എന്നുള്ള ബോധ്യത്തിലൂടെ. ഇനി മാത്രമല്ല, ഇവർ ലോകത്തിന് നൽകിയ സമ്മാനം, ഈ ജാറങ്ങളിൽ പോയി സങ്കടങ്ങളെ പറയാൻ, വിഷമങ്ങളെ പറയാൻ, ഒരു നിക്കക്കള്ളിയില്ലാതെ ആളുകൾ ഇങ്ങനെ തൊട്ടിൽ വരെ കെട്ടിക്കൊടുത്തു. ഒരു വീട് പണി പൂർത്തീകരിക്കണമെങ്കിൽ വരെ ആ ജാറത്ത് പോയി, ഈ ജാറത്ത് പോയി, ആ ഉസ്താദിന്റെ അടുത്ത് പോയി, അവസാനം മൂപ്പര് പറഞ്ഞൊക്കെ ശരിയായിക്കോളും, പണിയൊക്കെ നടന്നോളും എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് നിങ്ങൾ ആലോചിക്കുക, ബാങ്ക് പോയിട്ട് ഹൗസിംഗ് ലോൺ എടുത്ത് വീട് പണി തീർത്തിട്ട് മൂപ്പര് പറയാൻ ആ ഉസ്താദിന്റെ പവറാണ് വീട് പണി, പിന്നെ എടുത്ത ലോൺ എന്തിനാ, കടം വാങ്ങിയത് എന്തിനാ, അതൊന്നും മൂപ്പർക്ക് പ്രശ്നമില്ല, അവർക്ക് ഉസ്താദ് പറഞ്ഞുകൊണ്ട് വീട് പണി തീർന്നു എന്നുള്ള ഒരു വിശ്വാസത്തിലേക്ക് ആളുകളെ എത്തിക്കുകയും ചെയ്യുമ്പോ, പ്രിയമുള്ളവരെ, ഇതിന്റെ അർത്ഥം നമ്മൾ മഹാന്മാരെ പറയല്ല, ഖബറിൽ കിടക്കണവരെ പറയല്ല. നമ്മൾ ഖബർ സിയാറത്ത് ചെയ്തോ, പക്ഷെ ഖബറാരാധനയില്ല. അള്ളാന്റെ ഔലിയാക്കളെ നമ്മൾ പറഞ്ഞിട്ടില്ല. അള്ളാഹുവിന്റെ ഔലിയാക്കളുണ്ട്, അവർക്ക് സ്ഥാനമുണ്ട്, മഹത്വമുണ്ട്. അവർ അള്ളാഹുവിൽ അഭയം പ്രാപിച്ചവരാണ്, അവർക്ക് പടച്ചോന്റെ അടുക്കൽ നിർഭയത്വമുള്ളവരാണ്, സമാധാനമുള്ളവരാണ്. അലാ ഇന്ന ഔലിയാ അല്ലാഹ് ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അള്ളാന്റെ ഔലിയാക്കൾക്ക് ദുഃഖിക്കാനില്ല, ഭയപ്പെടാനില്ല. ആരാണ് റബ്ബിന്റെ ഔലിയാക്കൾ എന്നറിയോ? വല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ. അവർ ഈമാനുള്ളവരാണ്, തഖ്വയോടുകൂടെ ജീവിക്കുന്നവരാണ്. ഈമാനുള്ളവരാണ്, തഖ്വയോടുകൂടെ ജീവിക്കുന്നവരാ. തഫ്സീറുൽ ഖുർആനുൽ അലീമിൽ അല്ലാമ ഇബ്നു കതീർ റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറയാണ്, മൻ കാന ലില്ലാഹി തഖിയാ കാന ലില്ലാഹി വലിയാ. ആര് റബ്ബിന്റെ തഖ്വയോടുകൂടെ ജീവിച്ചോ, അവൻ അല്ലാഹുവിന്റെ വലിയായി തീർന്നു എന്നാ. ഇത് നമ്മൾ അംഗീകരിക്കുന്നവരാണ്. പിന്നെ നമ്മൾ അംഗീകരിക്കാത്ത എന്തിനാണ്? ഇല്ലാത്ത കറാമത്ത് പറയുമ്പോ ഔലിയാക്കളെ തന്നെ അനല്ലാന്ന് വലിയ പറഞ്ഞു എന്നാണ്. ഞാൻ അള്ളയാണെന്ന് പറഞ്ഞു. എന്താ മരിക്കണ നേരത്തെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നല്ല പറയണ്ടേ, സിയം എന്നാണ് പറയേണ്ടതെന്ന് പറയുമ്പോ നമ്മൾ അതിന് ശക്തമായിട്ട് എതിർത്തു. ഇനി നിങ്ങൾ ആലോചിച്ചൊക്കെ, ഇല്ലാത്ത കറാമത്തുകൾ പറയാ. ഇപ്പൊ നിസ്കരിക്കാത്തത് അത് ഔലിയാക്കളുടെ അടയാളല്ല. എന്താണ് കറാമത്ത്? യഖൂലൂന യാ ഹാദാ. സൂഫിസം വരുന്നത് കണ്ടോ സമസ്തയിലോ? യഖൂലൂന യാ ഹാദാ തറക്ത സ്വലാതക അലം യഅലമു അന്നി ഉസല്ലി ബിമക്കത. വലിയ നിസ്കരിക്കണില്ല, എന്നാൽ ഈ വിഡ്ഢികളായ ആളുകൾ അറിയുന്നില്ലേ വലിയ മക്കയിലാണ് നിസ്കരിച്ചത് എന്നാണ്. എന്നിട്ടത് ആൾക്കാരോട് പറഞ്ഞു കൊടുക്കാൻ എന്താ അറിയോ? ഔലിയാക്കൾ പറഞ്ഞ 40 ശരീരമുണ്ട്. ഇതുപോലെ ആൾക്കാരെ പറ്റിച്ചിരുന്ന ഒരു ശൈലിയുണ്ട്. ഒരുപക്ഷെ കേട്ടങ്ങൾക്ക് മനസ്സിലാവും. അലാ ഇന്ന ഔലിയാ അല്ലാഹി 40 ജിസ്മാ. അറിയണേ, അല്ലാഹുവിന്റെ ഔലിയാക്കൾക്ക് 40 ശരീരമുണ്ട്. ഇഅ്ലമു യാ ഉമ്മത്ത് മുഹമ്മദ്. അപ്പൊ ആൾക്കാരൊക്കെ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയാം. അപ്പൊ ആൾക്കാരെ വിചാരം എന്താ അറിയോ? ഇത് ഹദീസാണ്, മുത്തനബി പറഞ്ഞാണെന്നാണ്. അതിന്റെ അർത്ഥം എന്താ അറിയോ? മുഹമ്മദിന്റെ കൗമ അറിഞ്ഞോളി.
ഇതാണ് അതിന്റെ മലയാളത്തിൽ അർത്ഥം. പക്ഷെ ആൾക്കാരോടൊക്കെ വയലിൽ നിങ്ങൾ കേൾക്കും മുഹമ്മദ്. അപ്പൊ സദസ്സ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആൾക്കാരെ വിചാരിച്ച മുത്തനബി പറഞ്ഞാൽ ഇങ്ങനെ 40 ഞാൻ പറഞ്ഞ എന്താ അറിയോ, ഈ 40 ശരീരം എന്ന് പറഞ്ഞ ആളെ രാവിലെ തെങ്ങിന്റെ മേലെ വരിഞ്ഞു മുറുക്കി കെട്ടിട, ഉച്ചാവുമ്പോ പറയും വിശക്കണോന്ന്, മക്കത്തെ വലിയ ഭക്ഷണം കഴിച്ചോട്ടെ, മുക്കത്തെ വലിയ അവിടെ കിടന്നാ മതി. പറ്റോ? ഇല്ല. ഭക്ഷണം കഴിക്കാന് ഒരു ശരീരം, നിസ്കരിക്കാൻ 40 ശരീരം. ഇത് പണ്ടത്തെ കാലത്ത് വേവായിരുന്നു, കാരണം ആളുകൾക്ക് അതിനെപ്പറ്റി അറിയില്ല. ഇന്നത്തെ കാലത്ത് ഇന്ന് ഇഷാക്ക് ഹറമിലാരെ ഇമാമെന്ന് ഇപ്പൊ നമ്മുടെ മൊബൈൽ നോക്കി അറിയാൻ പറ്റും അല്ലെ. ഹറമിന് സ്കെഡ്യൂൾ ചെയ്യപ്പെട്ട, ചാർട്ട് ചെയ്യപ്പെട്ട കൃത്യമായി ഓരോ ഭക്തനുള്ള ഇമാമിങ്ങളുണ്ട്. ഇവരൊക്കെ ഈ ഔലിയാക്കളൊക്കെ പോയി ഇമാമിക്കുമ്പോ അവിടുത്തെ ഇമാമിങ്ങൾക്ക് എന്താ ഡ്യൂട്ടി ഇല്ലേ? നമ്മളിത് ആൾക്കാരോട് പറഞ്ഞു കൊടുത്ത് ഇങ്ങനെ നിസ്കരിക്കാത്തോണ്ട് അള്ളാന്റെ ഖുർആൻ പറഞ്ഞെന്താണ്? അവര് ഈമാനുള്ളവരാണ്, തഖ്വയോടുകൂടെ ജീവിക്കുന്നവരാണ്. വല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ. ഇങ്ങനെ നിസ്കരിക്കാത്ത കറാമത്ത്. ഇപ്പൊ CM മടവൂരിന്റെ കറാമത്ത് പോലും എന്താണ്? ഞാൻ അദ്ദേഹത്തെ എല്ലാട്ടോ പറയണം, അദ്ദേഹത്തിന് പോലും അറിഞ്ഞൂടാ ഞാൻ അത്ര വലിയ സംഭവമാണ്, ഞാനാണ് ലോകം നിയന്ത്രിക്കുന്നത്, ഞാനാണ് ഫ്ലൈറ്റ് നിയന്ത്രിക്കുന്നത്, മൂപ്പർക്ക് പോലും അറിയില്ല. ഇപ്പൊ ലോകം നിയന്ത്രിക്കുന്ന വാദം പോലും ഷിയാക്കളിൽ നിന്നുണ്ടായതാണ്. നിങ്ങൾ ആരെങ്കിലും കേട്ടിക്കണോ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ലോകം നിയന്ത്രിക്കുന്നത്, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ലോകം നിയന്ത്രിക്കുന്നത്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ലോകം നിയന്ത്രിക്കുന്നത്, അബൂ മൂസ അശ്ശരി റളിയല്ലാഹു അൻഹു ലോകം നിയന്ത്രിക്കുന്നത് ഇല്ല. പക്ഷെ കേട്ടിട്ടുണ്ട് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ലോകം നിയന്ത്രിക്കുന്നു. മുദബ്ബിറുൽ ആലം അസ്സാനി എന്ന് ലോകത്തോട് പറഞ്ഞത് ഷിയാക്കളാണ്. അവരിന്ന് എടുത്തിട്ടുള്ളതാണ്. എന്നിട്ട് അദ്ദേഹത്തിന്റെ കറാമത്ത്, ഈ ഇല്ലാത്ത കറാമത്ത് പറയുമ്പോൾ നമ്മൾ എതിർക്കും. എന്താണ്? ക്യാപിറ്റൽ ബുക്ക് ഓഫ് ഇന്റർനാഷണൽ. അപ്പൊ നിങ്ങൾ വിചാരിക്കുക അത് ഇന്റർനാഷണൽ പുസ്തകമാണ്. അല്ലട്ടോ, നമ്മുടെ കാരന്തൂര് മർക്കസ് എന്ന് ഇറങ്ങുന്ന പുസ്തകമാണ്. മടവൂര് CM വലിയുല്ലാഹി, പേജ് നമ്പർ 67, 68, 69, 88, 89, 93, 94. അദ്ദേഹത്തിന്റെ 10 കറാമത്തുകള്. CM മടവൂര് നിസ്കരിക്കാറില്ല. അദ്ദേഹത്തിന്റെ ഉസ്താദ് പുലിമൊയ്തീൻ 3 വർഷത്തിനിടയിൽ ഒരു മഗ്‌രിബ് മാത്രമാണ് നിസ്കരിച്ചത്. CM മടവൂര് നോമ്പെടുക്കാറില്ല. CM മടവൂരിന്റെ മുമ്പിൽ ആരെങ്കിലും നോമ്പുകാരായി വന്നാൽ അവരെ നിർബന്ധിച്ചുകൊണ്ട് നോമ്പ് മുറിപ്പിക്കുമായിരുന്നു. CM മടവൂര് സ്വർണ്ണ ചെയൻ ധരിച്ചിരുന്നു. CM മടവൂര് പട്ടുവസ്ത്രം ധരിച്ചിരുന്നു. പ്രിയമുള്ളവര്, മദീനയുടെ മിമ്പറില് അള്ളാന്റെ മുത്തുനബി പുരുഷന്മാർക്ക് ഹറാമെന്ന് പറഞ്ഞതാണ്. സ്വർണവും പട്ടുമെങ്കിൽ അത് ധരിച്ചിരുന്നു CM മടവൂർ. അടുത്ത കറാമത്ത് എന്താണെന്നറിയോ? ഒരു കാരണവുമില്ലാതെ അകാരണമായി ഭാര്യയെ ത്വലാഖ് ചൊല്ലിയ ആളാണ് CM മടവൂർ. ഉമ്മാനോട് CM മടവൂര് മുണ്ടാറില്ല. തുരുതുരാ സിഗരറ്റ് വലിച്ചിരുന്ന ആളാണ് CM മടവൂർ. CM മടവൂര് മൂത്രിച്ചാല് വെള്ളമെടുക്കാറില്ല. ശിഷ്യന്മാരെ കല്ലുകൊണ്ട് പോയി കൊടുത്തപ്പോ ദേശത്തോടുകൂടെ വലിച്ചെറിഞ്ഞ മഹാനവറുകളാണ് മടവൂര് CM വലിയുല്ലാഹി. ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചാൽ മഹാനവറുകൾ പൈസ കൊടുക്കാറില്ല. ഒരു ദിവസം ഹോട്ടലുടമ വസ്ത്രം മുഴുവൻ അഴിച്ചു വാങ്ങിയപ്പോ അടിവസ്ത്രം മാത്രം ധരിച്ചുകൊണ്ട് മഹാനവറുകൾ വഴികളിലൂടെ നടന്നുപോയി. ഇങ്ങനെ 10ഓളം വരുന്ന കറാമത്ത്. പ്രിയമുള്ളവരെ, 10-ാം അധ്യായത്തിന്റെ 60, 61 ആയത്തിൽ അല്ലാഹു പറയാണ്, അവർ ഈമാനുള്ളവരാണ്, തഖ്വയോടുകൂടെ ജീവിക്കുന്നവരാണ് ഔലിയാക്കളെന്ന. ഇനി ഒരു വിഭാഗത്തിന്റെ വലിയ, നിങ്ങളുടെ നാടല്ല ഇവിടെ അടുത്ത് കോട്ടിക്കുളം ഖാദിരി AP വിഭാഗത്തിലെ മഹാനവറുകളായ വലിയ. പക്ഷെ സാക്ഷാൽ EK ശംസുൽ ഉലമ കോട്ടിക്കുളം ഖാദിരിനെ പറ്റിയിട്ട് എന്താ പറഞ്ഞേ? قد جاء فينا قادري مثل الحمار الهادري أو كامولي പാതിരി. ഓഹോ ഇതെന്തൊരു മാതിരി.
നമുക്കിടയിൽ കോട്ടക്കുളം കാതിരി എന്നൊരാൾ വന്നിട്ടുണ്ട്. ജനങ്ങളെ വഴിതെറ്റിക്കുന്ന ഒരു കഴുതയാണ് അദ്ദേഹം എന്ന് പറഞ്ഞിട്ട് സാക്ഷാൽ ഈ ശംസുലുലമ അദ്ദേഹത്തെ പറ്റി എഴുതി വെച്ചു. ഞാൻ പറഞ്ഞത് നിങ്ങൾ ആലോചിച്ചൊക്കെ ഇതല്ല ഔലിയാക്കളുടെ പ്രത്യേകത. എന്താണ്? അവർ ഈമാനുള്ളവരാണ്, തഖ്വയോടെ ജീവിക്കുന്നവരാണ്. അവരുടെ ജീവിതത്തിൽ ഹറാമുകൾ അവർ ഒഴിവാക്കും. അള്ളാഹുവിലേക്ക് സുഹൃതം ചെയ്ത് അടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരാണ് യഥാർത്ഥ ഔലിയാക്കൾ. ആ ഔലിയാക്കളെ സലഫികൾ അംഗീകരിക്കുന്നു. പിന്നെ നമ്മൾ പറഞ്ഞ കറാമത്തിന്റെ പേരിൽ ആളുകൾ അതിലേക്ക് തിരിച്ചുവിട്ടതാണ് അടുത്ത പ്രശ്നങ്ങൾ ഉണ്ടായത്. കറാമത്തിനെ അംഗീകരിക്കുന്നില്ല എന്നല്ല, കറാമത്ത് നമ്മൾ അംഗീകരിക്കുന്നു. കറാമത്ത് കാണുമ്പോ കറാമത്തിന്റെ ഉടമസ്ഥനായ അല്ലാഹുവോട് തേടണമെന്നാണ് വിശുദ്ധ ഖുർആൻ. മക്കളില്ലാത്ത സക്കരിയ അലൈഹിസ്സലാം, മക്കളില്ലാത്ത സക്കരിയ അലൈഹിസ്സലാം, പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ ഖുർആൻ 19-ാം അധ്യായം സൂറത്ത് മറിയമിന്റെ തുടക്കത്തിലൂടെ പറയാണ്, കാഫ്ഹാ യാ ഐൻ സ്വാദ് ദിക്റു റഹ്മതി റബ്ബിക അബ്ദഹു സക്കരിയ ഇദ് നാദാ റബ്ബഹു നിദാഅൻ ഖഫിയാ. സക്കരിയ അലൈഹിസ്സലാം വളരെ രഹസ്യമായി അല്ലാഹുവിനോട് തേടിയതായ രംഗമുണ്ടല്ലോ. വഹനൽ അദമു മിന്നീ വശഅല റഅസു ശൈബാ, എന്റെ മുടിയൊക്കെ നരച്ചു പോയിട്ടുണ്ടല്ലോ, എല്ലാം ദുർബലമായി പോയിട്ടുണ്ട് റബ്ബേ, എന്റെ ഭാര്യ വയോബന്ധികയാണ്, ഇനി ഒരു മക്കളുണ്ടാവില്ലല്ലോ അല്ലാ. എന്നിട്ടും ആ പ്രവാചകൻ പറഞ്ഞൊരു വാക്കുണ്ട്, വലം കുൻ ബിദുആഇക റബ്ബി ശഖിയാ, എന്റെ റബ്ബേ നിന്നോട് ദുആ ചെയ്തു എന്നുള്ളത് കൊണ്ട് ഞാൻ ഒരിക്കലും ഭാഗ്യം കെട്ടവനായി പോയിട്ടില്ല അല്ലാ, ഞാൻ ഒരിക്കലും ഭാഗ്യം കെട്ടു പോയിട്ടില്ല അല്ലാ. പ്രിയമുള്ളവരെ, ആ സക്കരിയ നബി പള്ളിയിലേക്ക് കടന്നു വരുമ്പോ പള്ളിയുടെ മിഹ്റാബില് വലിയത്തുല്ലാഹി മറിയം ബീവി അല്ലാഹു ഇറക്കി കൊടുത്ത പടം തിന്നുന്ന കറാമത്ത് കണ്ടപ്പോ സക്കരിയ നബി ചോദിക്കുന്നു, മറിയമേ ഇതെവിടെ നിന്നാണെന്ന് ചോദിക്കുമ്പോ മറിയം ബീവി മറുപടി കൊടുക്കുന്നുണ്ട്, ഖാലത് ഹുവ മിൻ ഇൻദില്ലാ, ഇതെന്റെ റബ്ബ് എനിക്ക് തന്നതാ. സൂറത്ത് ആലി ഇമ്രാനിൽ കാണാ, പ്രിയമുള്ളവരെ, ഇതിന്റെ റബ്ബ് എനിക്ക് തന്നതാണ്. ഉടനെ തന്നെ സക്കരിയ നബി, അല്ലയോ മറിയം ബീവിയെ, എനിക്കൊരു കുട്ടിയെ തരണേ എന്ന് തേടിയില്ല. മറിയം ബീവി കല്ല കൊടുത്ത കടി പോണ്ടൊരു കുട്ടിയെ തരണേ എന്ന് തേടിയിട്ടില്ല. മറിയം ബീവിയുടെ ഹക്ക് ജാഹ് ബറക്കത്തോണ്ട് ഒരിക്കൊരു കുട്ടിയെ തരണേ എന്ന് തേടിയില്ല. മറിച്ച് അല്ലാഹുവിന്റെ ഖുർആൻ പറയാണ്, ഹുനാലിക ദആ സക്കരിയ റബ്ബ, അവിടെ വെച്ച് അതേ സന്ദർഭത്തിൽ സക്കരിയ നബി തന്റെ റബ്ബിനോട് തേടുന്നുണ്ട്, റബ്ബി ഹബിലി മിൻ ലദുൻക സുർരിയതൻ തയ്യിബാ, എനിക്കൊരു നല്ല സന്താനത്തെ നൽകണേ അല്ലാ. സക്കരിയ നബി കറാമത്ത് കണ്ടോ, കറാമത്ത് അംഗീകരിച്ചോ. ആരാണോ മറിയം ബീവിക്ക് കറാമത്ത് കൊടുത്തത്, ആ റബ്ബിനോട് തേടിയുന്നുണ്ടെങ്കിലോ, പ്രിയമുള്ളവരെ, ഇസ്ലാം പറയുന്ന പാഠം ഇതാ, ഔലിയാക്കൾ ഉള്ളതാണ്, അവർക്ക് കറാമത്തുള്ളതാണ്. കറാമത്ത് വെളിവായ, കറാമത്ത് കണ്ടോരോട് തേടാനില്ല, കറാമത്തിന്റെ ഉടമസ്ഥനായ അല്ലാഹുവിനോട് തേടാനാ. മുഅ്ജിസത്തുണ്ടോ, റബ്ബിനോട് തേടിക്കോ. പ്രിയമുള്ളവരെ, മൂസാ നബി വടി നിലത്തിട്ടപ്പോ പാമ്പായി മാറിയിട്ടുണ്ടെങ്കിൽ, മൂസാ നബി പോലും പേടിച്ച് പുറകോട്ട് മാറിയിട്ടുണ്ടെങ്കിൽ, മൂസാ നബിക്ക് പോലും അറിയില്ലാതെ പാമ്പാകുമെന്ന് അല്ലാഹു പറയുന്ന, മൂസാ ലാ തഖഫ്, നീ പേടിക്കേണ്ട ആവശ്യമില്ല മൂസാ. അതിനെ തിരിച്ചു പിടിക്കാൻ പറയുന്നുണ്ട്, വടിയായിട്ടുണ്ട്. പ്രിയമുള്ളവരെ, പാമ്പിന്റെ ശല്യമുണ്ടാകുമ്പോ മൂസാ നബിയെ രക്ഷിക്കണേന്ന് തേടിക്കോ, മൂസാ നബിയുടെ മുഅ്ജിസത്ത് കൊണ്ട് തേടിക്കോ എന്ന് പോലും ലോകത്തിന്റെ പ്രവാചകൻ പറഞ്ഞിട്ടില്ല. കാരണം ഉടമസ്ഥനായ അല്ലാഹുവിനോട് തേടാ. പ്രിയമുള്ളവരെ, പറഞ്ഞ് എവിടേക്കാണ് ഇതിനെ കൊണ്ടുപോയത് എന്നറിയോ? ഇവര് പറയണു, നിങ്ങൾ ഔലിയാക്കളോട് തേടിക്കോ, അല്ലാഹുവിൽ നിന്ന് തെറ്റൂലാന്ന് ഗ്യാരണ്ടി പറയാറ്. മരിക്കണ നേരത്തെ പോലും ബദരീങ്ങളെ
അതല്ലെങ്കിൽ ഔലിയാക്കളെ വിളിച്ചു മരിച്ചാൽ ഇന്ന് ഉസ്താദുമാര് പറയുന്നു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നല്ല. മുത്തുനബി പറഞ്ഞു മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. അവസാന വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നായാൽ സ്വർഗം കിട്ടുമെന്ന് പറഞ്ഞപ്പോ ആ വിശ്വാസത്തിലേക്ക് മോട്ടിവേഷൻ കൊടുത്തപ്പോ ഉസ്താദുമാര് പറഞ്ഞു മരിക്കണ നേരത്തെ മുഹിയുദ്ദീൻ ശൈഖിനെ വിളിച്ചോ, ബദരീങ്ങളെ വിളിച്ചോ, സിയം എന്ന് വിളിച്ചോ. കാരണം എന്തേ? അവർ നിങ്ങളുടെ മുന്നിലേക്ക് വരും, അവർ നിങ്ങളെ കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയിപ്പിക്കുമെന്നാണ്. എന്തിനാ ഇങ്ങനെ വളഞ്ഞു മൂക്ക് പിടിക്കുന്നത്? ഒരൊറ്റ കാര്യമേ നിങ്ങളോട് സാധാരണക്കാരോട് പറയാനുള്ളൂ. മുള്ളൂർക്കര മുഹമ്മദ് അലി സഖാഫി എന്ന് പറയുന്ന ഉസ്താദ് ജനങ്ങളോട് പറഞ്ഞു കൊടുക്കാണ്, അക്ബർ ചക്രവർത്തിയില്ലേ മുഗൾ സാമ്രാജ്യത്തിന്റെ, അദ്ദേഹം മുർത്തദ്ദായ മനുഷ്യനാ. സ്വന്തമായി ദീനെ ഇലാഹി എന്ന മതമുണ്ടാക്കിയ ആളാണ്. 23 രജപുത്തി സ്ത്രീകളെ വിവാഹം കഴിച്ച ആളാണ്. പടിഞ്ഞാറോട്ട് കാല് നീട്ടി ഉറങ്ങുന്നത് മുഹമ്മദിനോടുള്ള വെറുപ്പെന്ന് പ്രഖ്യാപിച്ച ആളാ. ഇങ്ങനെയൊക്കെയാണെങ്കിലും അക്ബറിനൊരു നല്ല സ്വഭാവം ഉണ്ടായിരുന്നു. മഹാന്മാരുടെ ഖബറുകളെ സിയാറത്ത് ചെയ്യാറുണ്ടായിരുന്നു. എന്തിനാണെന്നറിയോ? അക്ബർ ചക്രവർത്തി ശൈഖുമാരുടെ ഔലിയാക്കളുടെ ജാറത്തിന്റെ അടുത്ത് പോയിട്ട് 3 വട്ടം സലാം പറയും. ആ 3 വട്ടവും സലാം അടക്കുന്നില്ലെങ്കിൽ ആ ജാറമങ്ങ് പൊളിച്ചു കളയുകയാ. അങ്ങനെ ആയിരക്കണക്കായ ജാറമാ അക്ബർ ചക്രവർത്തി പൊളിച്ചു കളഞ്ഞത് എന്നാണ്. അതിന്റെ അർത്ഥം എന്താ എന്റെ പ്രിയമുള്ളവര്? കേരളത്തിലെ 1000-ഓളം വരുന്ന, ഇന്ത്യയിലെ 1000-ഓളം വരുന്ന ജാറങ്ങളിൽ കിടക്കുന്നവര് വിളിക്ക് ഉത്തരം കൊടുത്തിട്ടില്ല. അവസാനം അദ്ദേഹം അജ്മീർ ചിശ്തിയുടെ ഖബറിന്റെ അടുത്ത് വന്നു. അവിടെ വന്ന് കൊണ്ട് പറയുന്നുണ്ട്, അസ്സലാമു അലൈക്കും. ഖബറിൽ നിന്ന് മറുപടി ഇല്ല. രണ്ടാമത് പറഞ്ഞു, അസ്സലാമു അലൈക യാ അജ്മീർ ചിശ്തി. അപ്പോഴും മറുപടി വരുന്നില്ല. ദേശത്തോടുകൂടെ ജാറം പൊളിക്കാൻ തയ്യാറായിക്കൊണ്ട് അസ്സലാമു അലൈക യാ അജ്മീർ ചിശ്തി എന്ന് പറയുമ്പോ ഖബറിൽ നിന്ന് മറുപടി വന്നു, വഅലൈക്കും അസ്സലാം. അക്ബറെ, നീ എന്നോട് 1-ാമത്തെ സലാം പറയുമ്പോ ഞാൻ ആകാശലോകത്തായിരുന്നു. 2-ാമത്തെ സലാം പറയുമ്പോ ഞാൻ കഅബയെ തവാഫ് ചെയ്യുകയായിരുന്നു. 3-ാമത്തെ സലാം പറയുമ്പോഴാണ് ഞാൻ ഖബറിലേക്ക് തിരിച്ചു വന്നത്. അതുകൊണ്ട് അക്ബറെ, ആയിരക്കണക്കായ ജാറങ്ങളെ നീ തകർത്ത് കളഞ്ഞില്ലേ? ഈ ആയിരക്കണക്കായ ജാറങ്ങളിലെ മഹാന്മാരോട് നീ സലാം പറയുമ്പോ അവരൊരു പക്ഷേ ആകാശലോകത്താവാ, ഒരു പക്ഷെ അള്ളാന്റെ ഹറമിലാവാ. അതുകൊണ്ട് അവരുടെ ജാറങ്ങളെ തിരിച്ചു പടുത്തു കൊടുക്കണമെന്ന് അവിടുന്ന് അജ്മീർ ചിശ്തി പറഞ്ഞു. പത്ര ചോദിക്കട്ടെ നിങ്ങളോട്, മരിക്കണ നേരത്തിൽ അവിടുന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നതിന് പകരം സിയം എന്ന് പറഞ്ഞ ബദരീങ്ങളെ, മൊയ്തീൻ ശൈഖ് എന്ന് പറഞ്ഞാൽ അവര് വന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയിപ്പിക്കുമെന്ന് പറയുന്നവരോട് മഹാന്മാരെ വിളിക്കുമ്പോ അവരെങ്ങാനും ആകാശ ലോകത്ത് പോയാ, അവരെങ്ങാനും മക്കയിലെ സിയാറത്തിന് പോയാ, അവരെങ്ങാനും കഅബ തവാഫിന് പോയാ കുടുങ്ങോലേ സമസ്തക്കാരാ, കുടുങ്ങോലേ ജീവിതങ്ങളോട്. അതുകൊണ്ട് മുത്തുനബി പറഞ്ഞ പോലെ പറയാ, ഏത് വിപത്തിലും അല്ലാഹ്, എവിടെയും നമ്മളെ നിയന്ത്രിക്കുന്ന അല്ലാഹ്, എല്ലാം കാണാൻ കഴിവുള്ള ബസീറായ അല്ലാഹ്, എല്ലാം കേൾക്കാൻ കഴിവുള്ള സമീആയ അല്ലാഹ്, തലച്ചോറിന്റെ ചിന്തകൾ അറിയുന്ന അല്ലാഹ്, നമ്മുടെ ഹൃദയത്തിന്റെ താളം തെറ്റുമ്പോ 7 ആകാശങ്ങൾക്കപ്പുറത്ത് വിവരമറിയുന്ന അല്ലാഹ്, അവനെ ഏകനായ റബ്ബാണെങ്കിലോ ആ റബ്ബിലേക്ക് തിരിച്ചോ
നമ്മളുടെ കരങ്ങള്. ബദരീങ്ങളുടെ പാത അതാ, മുഹിയുദ്ദീൻ ഷേഖിന്റെ പാത അതാണ്, മഹാന്മാരുടെ പാത അതാണ്, അല്ലാഹു തൃപ്തിപ്പെട്ടവരുടെയും പാത അത് തന്നെയാ. പ്രിയമുള്ളവരെ, മുത്തുനബിയോട് തേടാൻ കാത്തു നിൽക്കുന്നവര് ആ മുത്തുനബിയുടെ തൗഹീദിന്റെ പാതയെങ്കിലും ഒന്ന് മനസ്സിലാക്കണ്ടോ. മക്കയുടെ മണ്ണിലൂടെ അല്ലാഹുവിന്റെ ഹബീബ് പീഡനങ്ങൾ അനുഭവിച്ചതോ, പ്രിയമുള്ളവരെ റസൂലുള്ളാഹിന്റെ സഹാബ ത്യാഗങ്ങൾ അനുഭവിച്ചു പോയതോ, ഫതഹായിന്റെ മലഞ്ചെരുവിലെ ഉമയ്യത്തിന്റെ കിങ്കരന്മാരോ, ചുട്ടുപൊള്ളുന്ന മണലാരുണ്യങ്ങളല്ല, കരിമ്പാറ നിബിഡമാണ് മക്കയുടെ മണ്ണെങ്കില് അവിടെയാ ബിലാലിനെ മലർത്തിക്കിടത്തിയതെങ്കില്, അവിടെയാണ് ബിലാലിന്റെ നെഞ്ചിലൂടെ പാറക്കല്ലേറ്റ് വെച്ചിട്ടുണ്ടെങ്കില്, അവിടെയാണ് ബിലാലിനോട് മർദ്ദനങ്ങൾ അടിച്ചുവിട്ടിട്ടുണ്ടെങ്കില്, കുട്ടികളെ കൊണ്ട് നെഞ്ചിന് മേലെ പാറക്കല്ലേറ്റ് വെച്ച് വലിക്കുമ്പോ ഒരു തുള്ളി ദാഹജലത്തിന് വേണ്ടി അത്യശദാഹമുണ്ടേ എന്ന് പറയുമ്പോ മുഖത്തിലേക്ക് കാർക്കിച്ചു തുപ്പിയ കഫത്തിന്റെ തുള്ളികളെ കൊണ്ട് പരിഹസിക്കപ്പെടേണ്ടി വന്നപ്പോ ആകാശ ഗോപുരങ്ങളിലേക്ക് വിരൽ ചൂണ്ടി അല്ലാഹു അഹദ് എന്ന് പ്രഖ്യാപിച്ചു പോയ തൗഹീദ് ഏതുണ്ടോ, അവിടെ ബിലാലിന് നൊമ്പരങ്ങളിൽ ആശ്വാസം കൊടുത്ത തൗഹീദ് ഏതുണ്ടോ. ത്വായിഫിന്റെ തെരുവുമക്കള് കല്ലെറിഞ്ഞപ്പോ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഫിർഔന്റെ ഏകാധിപതിയും സ്വേച്ഛാധിപതിയുമായ ഫിർഔനിന്റെ താണ്ഡവങ്ങൾക്ക് തകർക്കാൻ കഴിയാത്ത ലാ ഇലാഹ ഇല്ലല്ലാഹ്, കിലോമീറ്ററുകൾ ഉയരങ്ങളിലൂടെ പറന്നു പോകുന്ന പക്ഷികൾ പോലും ചിറക് കരിഞ്ഞ് വീഴുമാറ് ചൂടുള്ള നമ്രൂദിന്റെ തീക്കുണ്ടാരങ്ങൾക്ക് കരിച്ചു കളയാൻ കഴിയാതിരുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ്, ശിർക്കിന്റെ കോട്ടുകൊത്തുളങ്ങൾ ഭേദിച്ചു വന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ്, അവിടെയാണ് സമാധാനങ്ങളും നിർഭയത്വങ്ങളും ഉള്ളത് എന്നുണ്ടെങ്കിലോ എന്റെ പ്രിയമുള്ളവരെ, മരണശേഷമുള്ള ജീവിതമില്ലയോ, അവിടെയും നമുക്ക് നിർഭയത്വം വേണോ. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതെല്ലാം റബ്ബിനോട് പങ്കു തീർത്തു പോയ ആളുകളാണെങ്കിൽ മരിക്കുന്ന നേരത്ത് റൂഹ് പിടിക്കുമ്പോ അല്ലാഹുവിന്റെ മലക്കുകൾ അവരോട് ചോദിക്കുന്നുണ്ട്, ഐനമാ കുൻതും തദഊന മിൻ ദൂനില്ലാഹ്, റബ്ബല്ലാതെ നിങ്ങൾ ദുആ ചെയ്തിരുന്ന ആളുകളൊക്കെ എവിടെ പോയിടോ. ഖാലൂ ലല്ലൂ അന്നാ, അവരൊക്കെ ഞങ്ങളെ വിട്ടുപോയല്ലോ, അവരൊക്കെ ഞങ്ങളെ വിട്ടുപോയല്ലോ, ഞങ്ങൾ നിഷേധികളായി പോയല്ലോ റബ്ബേ. 7-ാം അധ്യായം 37-ാമത്തെ ആയത്താണെങ്കിൽ പ്രിയമുള്ളവരെ കൊണ്ടുപോയി ഖബറിലടക്കുമ്പോ ഖബറിലെ ഏറ്റവും മാരകമായ അദാബ് ആർക്കാണെന്നറിയോ, ഏറ്റവും മാരകമായ ശിക്ഷ ആർക്കാണെന്നറിയോ. ഒരു ഗോത്രക്കാരുടെ ഖബറിന്റെ ചാരത്തുകൂടെ കടന്നു പോകുമ്പോ അല്ലാഹുവിന്റെ ഹബീബ് ചോദിക്കുന്നുണ്ട്, സഹാബാ ഈ ഖബറിലൂടെ മറമാടപ്പെട്ടവരാരാണെന്നറിയുമോ നിങ്ങൾക്ക്? അവര് പറയുന്നുണ്ട്, നബിയേ ശിർക്കിന്റെ കാലഘട്ടങ്ങളിലൂടെ വിട പറഞ്ഞവരാണ്, ശിർക്ക് ചെയ്ത അവസ്ഥകളിലൂടെ വിട പറഞ്ഞവരാണെന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞ വാക്കെന്താണെന്നറിയോ, ലൗലാ അല്ലാ തദാഫനു ലദഅഉതുല്ലാഹ അൻ യുസ്മിഅകും മിൻ അദാബിൽ ഖബറില്ലദീ അസ്മഅ, നിങ്ങൾ പരസ്പരം മറമാടേണ്ട ആളുകളല്ലായിരുന്നുവെങ്കിൽ ഇപ്പൊ ഈ ഖബറിൽ നടക്കുന്ന അദാബുണ്ടല്ലോ നിങ്ങൾക്കൊന്ന് കേൾപ്പിച്ചു തരാ ഞാൻ അല്ലാഹുവിനോട് ദുആ ചെയ്യുമായിരുന്നു, അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു എന്നാ. അഥവാ ശിർക്ക് ചെയ്തവന്റെ ഖബറിൽ നടക്കുന്ന അദാബിന്റെ ശബ്ദമെങ്ങാനും ഒന്ന് കേട്ടുപോയിരുന്നെങ്കിൽ സഹോദരന്റെ ജനാസ ഖബറിലൂടെ വെക്കാൻ കഴിയില്ല. ഇനി പ്രിയമുള്ളവരെ, പരലോകത്ത് കടന്നു വരുമ്പോ സ്വർഗത്തിലേക്ക് പോകണോ, നരകത്തിന്റെ മുകളിൽ ഒരു പാലമുണ്ട്, ജഹന്നമ, അതാണ് സിറാത്ത് പാലമെന്നുണ്ടെങ്കിൽ മുന്നോട്ട് നോക്കുമ്പോ നരകമാണ്, വലത്തോട്ട് നോക്കുമ്പോ നരകമാണ്, ഇടത്തോട്ട് നോക്കുമ്പോ നരകമാണ്, താഴോട്ട് നോക്കുമ്പോഴും നരകമാണ്. ഒരു കല്ല് മുകളിൽ നിന്ന് താഴേക്കിട്ടാൽ 20 വർഷം എടുക്കും അത് താഴേക്കെത്താണെങ്കിൽ
ഉണ്ടെങ്കിൽ ആ പാലമെന്ന് പറയുന്നത് അഖഫു മിന ശഅർ, മുടികളെക്കാളും ലോലമാണ്, വഅഹദ്ദു മിന സൈഫ്, വാളിനേക്കാളും മൂർച്ചയുള്ളതാണെങ്കിൽ, മസില്ല, വല്ലാതെ വഴുതി പോകുന്നതാണെങ്കിലോ, പ്രിയമുള്ളവരെ അതിലൂടെ കടന്നിട്ട് വേണ്ടേ സ്വർഗത്തിലേക്ക് പോകാം. പക്ഷേ അതുപോലും കയറാൻ ഭാഗ്യം കിട്ടാത്തവരാരാണെന്നറിയോ? ഷിർക്കിന്റെ വക്താക്കള് വന്ന് നരകത്തിൽ വീഴാണ്. അവസാനം ഈസാ നബിയെ ആരാധിച്ചവര്, ഉസൈർ നബിയെ ആരാധിച്ചവര്, മുഹമ്മദ് നബിയുടെ ഉമ്മത്തും അവിടെ ബാക്കിയാകുമ്പോ അല്ലാഹ് പറയുന്നു, ഈസ എനിക്കൊരു പുത്രനില്ല, എന്റെ പ്രവാചകനാ. അവരെ നരകത്തിലേക്ക് വലിച്ചെറിയുകയാണ്. ഉസൈർ എന്ന എനിക്കൊരു മകനില്ല, അവരെ ആരാധിച്ചവരെയും നരകത്തിലേക്ക് വലിച്ചെറിയുകയാണ്. ഇനി മുഹമ്മദ് നബിയുടെ ഉമ്മത്തിൽ നിന്ന് ശിർക്ക് ചെയ്തവരെ നരകത്തിലേക്ക് എറിയാണ്. ചങ്ങലകളാൽ മുഖം കുത്തി വലിച്ചെറിയുകയാണ്. ആരൊക്കെയും അറിയോ? മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി സ്വതക്ക ചെയ്തവരോ, മറ്റുള്ളവരെ ധീരനെന്ന് പറയാൻ വേണ്ടി യുദ്ധം ചെയ്തവരോ, ജനങ്ങളുടെ പ്രീതി കിട്ടാൻ വേണ്ടി ഇൽമ പറഞ്ഞു കൊടുത്തവരോ, അഥവാ ജനങ്ങളെ കാണിക്കാൻ ചെയ്ത പ്രവർത്തനമുണ്ടല്ലോ, വലിയ ശിർക്കല്ലാട്ടോ, ചെറിയ ശിർക്ക് ചെയ്തവൻ പോലും സിറാത്ത് പാലത്തിലെത്താതെ താഴേക്ക് വീഴുന്നുണ്ടെങ്കിലോ, ചങ്ങലകളാൽ മുഖം കുത്തി വലിച്ച് നരകത്തിലേക്ക് എറിയുന്നുണ്ടെങ്കിലോ, മാത്രമല്ല ആ നരകത്തിലെ സാക്ഷരത 5-ാം അധ്യായത്തിന്റെ 72-ാമത്തെ ആയത്തിൽ, ഇന്നഹു മയ്യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്നഹ, ആരല്ലാഹുവിൽ പങ്കു ചേർത്ത് പോയവരുണ്ടോ അവർക്ക് അല്ലാഹു സ്വർഗമെന്നുള്ളത് ഹറാമാക്കിയിട്ടുണ്ടോ? അല്ലാഹു ഹറാമാക്കിയിട്ടുണ്ട്. അല്ലാഹു ഹറാമാക്കിയിട്ടുണ്ടെങ്കിലോ ആ സ്നേഹം കൊണ്ടാ എന്റെ പ്രിയമുള്ളവരെ നിങ്ങളോടും പറയാനുള്ളത്, ഇനി മുത്തുനബി തന്ന തൗഹീദിലോ അല്ലാഹുവിന്റെ നബിയോട് വേദനിപ്പിക്കല്ലേ, റസൂലുള്ളാഹിന്റെ ആദർശങ്ങളെ തകർക്കല്ലേ. നമ്മളോട് എത്ര സ്നേഹമുള്ള നബിയാണെന്നറിയോ? സിറാത്ത് പാലത്തിലൂടെ ആദ്യമായി കടക്കുന്നത് അത് ലോകത്തിന്റെ മുത്താണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമെങ്കിൽ മിന്നൽ പിണർ വേഗതകളിലൂടെ യാത്ര പോകുന്ന പ്രവാചകന്. പ്രിയമുള്ളവരെ, സിറാത്ത് കടന്ന് സ്വർഗത്തിലേക്ക് പോകാറില്ല, അവിടെ തന്റെ ഉമ്മത്തിനെ കാത്തിരിക്കുമ്പോ വയറുകൊണ്ട് സിറാത്തിലൂടെ എഴയുന്നവര്, ഇരുന്ന് നിരങ്ങുന്നവര്, തന്റെ ഉമ്മത്തിന് വേണ്ടി റബ്ബി സല്ലിം റബ്ബി സല്ലിം, അല്ലാ രക്ഷിക്കല്ലാ, എന്റെ ഉമ്മത്തിനെ രക്ഷിക്കല്ലാ. നമ്മളോട് ഹരീസുൻ അലൈക്കും, നിങ്ങളോട് അത്രമേൽ സ്നേഹമുള്ള നബിയാ, ആ നബിയോട് തേടല്ലേ എന്റെ പ്രിയമുള്ളവര്. ആ റസൂല് പറഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാഹ്, നാളെ ഹൗദുൽ കൗസർ മുക്കി കൊടുക്കുമ്പോ തന്റെ ഉമ്മത്തിനെ കാണുമ്പോ സന്തോഷത്തോടെ സ്വീകരിക്കുന്ന പ്രവാചകനോ, അവർക്കും റസൂലിനും ഇടയിൽ അല്ലാഹ് മറ കൊണ്ടുവന്ന് വെക്കുകയാണ്. ഹൗസുൽ കൗസർ വാങ്ങാ ഭാഗ്യം കൊടുക്കാതെ അല്ലാഹ് മറവെക്കുമ്പോ റസൂലുള്ളാഹി പറയുന്നുണ്ടല്ലോ, എന്റെ ഉമ്മത്താണ് റബ്ബേ. പ്രവാചകനോടല്ല അറിയിപ്പ് കൊടുക്കുന്നുണ്ട്, പ്രവാചകര് താങ്കളുടെ കാലശേഷം അവരെന്താണ് ചെയ്തത് എന്ന് താങ്കൾക്ക് അറിയില്ല. അങ്ങയുടെ മതത്തിൽ കലർപ്പുണ്ടാക്കിയവരാ, പുത്തനാചാരങ്ങളെ കൊണ്ടുവന്നവരാണെന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ ഹബീബ് പറയണ ഒരു മറുപടി ഉണ്ട്, ദൂരപ്പോ ദൂരപ്പോ, എന്റെ മതത്തില് പകരമുണ്ടാക്കിയവര്, എന്റെ മതത്തില് കലർപ്പുണ്ടാക്കിയവര് ദൂരപ്പോ. അതുകൊണ്ട് പുത്തന്റെ ആചാരങ്ങൾ വേണ്ട, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അന്ന് പ്രവാചകൻ ദുൽഹജ്ജ് 9 അറഫയുടെ മൈതാനിൽ 5-ാം അധ്യായത്തിന്റെ 3-ാമത്തെ ആയത്തിറങ്ങുമ്പോ ഏതൊരു ഇസ്ലാമാണോ പൂർത്തീകരിച്ചത്, ആ ഇസ്ലാമിനെ സ്വീകരിക്കാൻ
പ്രിയമുള്ളവരെ, ഈ നാട്ടുകാരോട്, ശബ്ദം ശ്രവിക്കുന്നവരോട്, പ്രിയമുള്ളവരെ, ഹിദായത്ത് നഗർ ഇവിടെയാ നടക്കുന്നത്. ഇന്നാണത് ഹിദായത്ത് നഗറായി മാറിയിട്ടുള്ളതെങ്കിൽ അള്ളാന്റെ പ്രമാണങ്ങളിലേക്കുള്ള വിളിയാ. ആരെയും ഇത് വേദനിപ്പിക്കാനല്ല, ആരെയും സങ്കടപ്പെടുത്താനല്ല. പ്രിയമുള്ളവരെ, ആഖിറത്തിലെങ്ങാനും അള്ളാഹു പരാജയങ്ങളെ വിധിച്ചു കഴിഞ്ഞ തിരിച്ചു വരാൻ കഴിയില്ലല്ലോ. പ്രിയമുള്ളവരെ, നരകമെന്നുള്ളത് നിസ്സാരമല്ല, നരകമെന്നുള്ളത് നിസ്സാരമല്ല. ഒരു കല്ലെങ്ങാനും കാലിന്റെ താഴെ തീക്കനൽ വെക്കുമ്പോ നരകത്തിലെ ഏറ്റവും നിസ്സാരമായ ശിക്ഷ തീക്കനിൽ കാലിന്റെ താഴെ വെക്കുമ്പോ അവന്റെ തലച്ചോറിങ്ങനെ തിളച്ചുമറിയുന്നതാണെങ്കിലോ സഹിക്കാൻ കഴിയില്ല. അല്ലാ, ഇപ്പോഴത്തെ സൂര്യന്റെ ചൂട് പോലും താങ്ങുന്നില്ലെങ്കിൽ യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ, നിങ്ങളുടെ ശരീരത്തെ, കുടുംബത്തിനെ നരകത്തിൽ നിന്ന് കാത്തുരക്ഷിക്കണേ. വഖൂദുഹന്നാസു വൽ ഹിജാറ, മനുഷ്യന്റെ കൂടെ കല്ല് കത്തുന്ന നരകമാ. ദുനിയാവിലെ തീയിൽ കല്ല് കത്തുമോ? ഒരിക്കലും കല്ല് കത്തൂല. കാരണം 3000 ഡിഗ്രി ചൂട് വന്നാ ലോകത്ത് മുഴുവനും ഉരുകാട്. 5000 ഡിഗ്രിയും എല്ലാം ഉരുകി പോവുകയാണൊന്നും ബാക്കിയില്ല. 7000 ഡിഗ്രിയിലും ഉരുകുമെങ്കിലോ കല്ലവിടെ ബാക്കിയാ. ഒരു പാത്രത്തിലെ വെള്ളം തിളക്കാൻ 100 ഡിഗ്രി മതിയെങ്കിൽ 7000 ഡിഗ്രിയിലും കത്താതെ ബാക്കി നിൽക്കുന്ന കല്ലുണ്ടെങ്കിൽ ആ കല്ല് കത്താൻ ലക്ഷക്കണക്കിന് ഡിഗ്രി സെൽഷ്യസിന്റെ ചൂടാണെങ്കിൽ ആ കല്ല് കത്തുന്ന നരകമാണ്. ആ കല്ല് കത്തുന്ന നരകമാണെങ്കിൽ പ്രിയമുള്ളവരെ, ഏറ്റവും കൂടുതൽ വേദന അറിയുന്നത് മനുഷ്യന്റെ പഞ്ചേന്ദ്രിയങ്ങളിൽ ഏറ്റവും വലിയ അവയവമായ തൊലി മുഖാന്തരമാണ്. ത്വക്ക് മുഖാന്തരമാണെങ്കിൽ കുല്ലമാ നദിജത് ജുലൂദുഹും ഫബദ്ദൽനാഹും ജുലൂദാ, നരകാവകാശിയുടെ തൊലി എന്ന് പറയുന്നത് 42 മുഴമാണ്. 42 മുഴമാണ്. ആ തൊലികൾ എങ്ങനെ നരകത്തിൽ വെച്ച് ഉരുക്കുമ്പോ, അത് പഴുത്തു പാകമാകുമ്പോ അല്ലാഹു തൊലികളെ മാറ്റി മാറ്റി കൊടുക്കുമെന്ന ശമനമില്ല, രക്ഷയില്ല, സമാധാനമില്ല. രക്ഷയില്ല, സമാധാനമില്ല. പ്രിയമുള്ളവരെ, ആ നരകത്തിലൂടെ ഒരു കാലത്തും മോചനമില്ലാതെ നരകത്തിലൂടെ കഴിയേണ്ടി വരുമ്പോ അത് ശിർക്കുന്ന മഹാപാതകത്തിനാണെങ്കിലോ രക്ഷപ്പെടാനാണ്, രക്ഷപ്പെടാനാണ്. അല്ലാഹുമ്മ അശ്ഹദു, അല്ലാഹുമ്മ അശ്ഹദു, അല്ലാഹുമ്മ അശ്ഹദു. അല്ലാഹുവേ, നീ സാക്ഷിയാണല്ലോ, നീ സാക്ഷിയാണല്ലോ, നീ സാക്ഷിയാണല്ലോ. നിന്റെ തൗഹീദിന്റെ ശബ്ദം ഇതാ ഈ നാട്ടുകാരോട് എത്തിച്ചു കൊടുത്തിട്ടുണ്ട് റബ്ബേ. നിനക്ക് ഇഷ്ടമുണ്ടോ? സ്വീകരിക്കും, അല്ലെ തള്ളിക്കളെ. വിശാലമായിട്ടൊന്നും സംസാരിച്ചിട്ടില്ലെങ്കിലും പരിമിതമായ സമയത്തിൽ ചില കാര്യങ്ങളെ, ചില ഹിംസകളെ നിങ്ങൾക്ക് പറഞ്ഞു തന്നു മാത്രം. പഠനവിധേയമാക്കാൻ ബദരീങ്ങളുടെ, ശുഹദാക്കളുടെ, സ്വാലിഹീങ്ങളുടെ, ഔലിയാക്കളുടെ, അമ്പിയാക്കളുടെ, മുത്തുനബിയുടെ യഥാർത്ഥ പാതയിലേക്ക് നമുക്ക് കടന്നു വരാം. അവരെ ബഹുമാനിച്ചും ആദരിച്ചും ആരാധന അല്ലാഹു കൊടുത്തു. പ്രിയമുള്ളവരെ, പരലോകത്ത് അവർ പോകുന്ന സ്വർഗത്തിൽ അവരുടെ പാത അനുധാവനം ചെയ്ത് നമുക്കും കടന്നു പോകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.